ഞാൻ 3 ക്ലാസ് ഞാൻ അല്ലാത്ത ക്ലാസ്സിൽ ഞാൻ കണ്ടത് എല്ലാവരും നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. എൻ്റെ അടുത്ത് നിന്ന് ഒരാൾ പേഴ്സണലി പറയുകയും ചെയ്തു, സാറേ ഞാൻ ഉറങ്ങിപ്പോയെന്ന് പറയുകയും ചെയ്തു. അവിടെ നിങ്ങൾ ഉറങ്ങുന്നുണ്ടെന്ന് ഞാൻ കണ്ടാലും ഞാൻ നിങ്ങളെ റിമൂവ് ആക്കും. ഞാൻ തുടക്കത്തിലേ പറയാണ്. ഓക്കെ, നിങ്ങളെ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കുക. നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല, നിങ്ങളൊന്ന് ആക്റ്റീവായിട്ട് ഇരിക്കാനാണ്. PYQ സെഷനാണ്, എടുത്തെടുത്ത് പറയാണ്. PYQ സെഷനാണ്, ക്ലാസ് വെറുതെ കേട്ടുകൊണ്ടിരിക്കേണ്ട സാധനമല്ല, നിങ്ങൾ അറ്റൻഡ് ചെയ്യാനുള്ളതാണ്. പരീക്ഷയാണ് വരുന്നത്, ആ ബോധം നിങ്ങൾക്കും വേണം. ക്ലാസ് എടുക്കുന്ന എനിക്ക് എന്തായാലും ഉണ്ട്. ഇനി അഥവാ ഞാനെങ്ങാനും ഉറങ്ങിപ്പോവാണെങ്കിൽ അജു സാറേ ക്ലാസ് ആണ്, ഉറങ്ങല്ലേ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും എന്നെ വിളിക്കാൻ വേണം. ഓക്കെ, നിങ്ങൾ ഉറങ്ങിയാലാണല്ലോ പ്രശ്നമില്ലാത്ത. അപ്പൊ ഞാൻ ഉറങ്ങാന്ന് വിചാരിച്ചു, നല്ല ഉറക്കശീനുണ്ട്, വേണമെങ്കിൽ ഞാൻ ഉറങ്ങിക്കോളാം. നിങ്ങൾ എന്ത് ചെയ്ത് എന്നെ വിളിച്ചാൽ മതി, ബാക്കി ഞാൻ ക്ലാസ് എടുക്കാം. ഉറക്കം വന്നിട്ട് എനിവേ ഞാൻ നേരെ സെഷനിലേക്ക് കടക്കാണ്. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മോഡേൺ ലിറ്ററേച്ചർ ആണ്. മോഡേൺ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ അറബി സാഹിത്യത്തിലുള്ളതാണ്. അൽ അറബിൽ ഹദീസ്, മോഡേൺ അറബി സാഹിത്യം എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ അകത്ത് പ്രധാനമായിട്ടും നമ്മൾ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞതാണ്, എന്നാലും നിങ്ങളുടെയൊക്കെ നല്ല ഓർമ്മശക്തി ഉള്ളത് കൊണ്ട് മനസ്സിലാക്കാണ്. കവിതകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്, ഗദ്യഭാഗം, അതിൻ്റെ അകത്ത് കുറെ റൈറ്റേഴ്സിനെ കുറിച്ച് പറയാറുണ്ട്. ഷോർട്ട് സ്റ്റോറി, നോവല്, നാടകം, നിരൂപണം, അതുപോലെ തന്നെ മദാരിസുനക്കത്. ഇന്നത്തെ സെഷനിലെ മദാരിസുനക്കത് ഉൾപ്പെടുത്തിയിട്ടില്ല, നമ്മൾ പിന്നീട് സമയത്ത് മദാരിസുനക്കത് പറയാം. ഞാൻ മനസ്സിലാക്കുന്നത് മദാരിസുനക്കത് എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് അടുത്തൊരു സെഷൻ ആയിക്കൊണ്ട് മദാരിസുനക്കത് ഇൻഷാ അല്ലാഹ് ചെറിയ രൂപത്തിൽ ചെറിയൊരു ക്ലാസ്സോട് കൂടി നമുക്കത് ഡിസ്കസ് ചെയ്യാമെന്ന് ഞാൻ കരുതിയത്. ഓക്കെ, ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ സാറേ? ക്ലിയർ ആണ്. കുറച്ചൊന്ന് സൗണ്ട് കൂട്ടുവോ? കുറച്ചൊന്ന് ശബ്ദം കൂട്ടി പറയുമെന്ന് ചോദിക്കാം. ശബ്ദം നല്ല കുറവാണ്. ശബ്ദം ഇതിന്റെ അകത്ത് കുറയാവുന്ന കഴിഞ്ഞിട്ടാണ് ഞാൻ ഡിവൈസിൽ ജോയിൻ ചെയ്തത്. അല്ല സാറ് ഡിവൈസിൽ നിൽക്കുന്ന അതേ സൗണ്ടിക്ക് വന്നാൽ വളരെ ഉപകാരമായിരുന്നു. അങ്ങനെ ഓക്കെ ഓക്കെ. അപ്പൊ ഇത് അതല്ലേ പെഡഗോജിയുടെ അത്ര ഒരു കാഠിന്യത ഉണ്ടാവൂല, അഥവാ നൈസായിട്ട് പറഞ്ഞു പോവാന്നുള്ളതാണ്. പെഡഗോജി എന്ന് പറയുമ്പം നിങ്ങൾക്ക് നന്നായിട്ട് അറിഞ്ഞുകൂടാന്ന് എനിക്ക് നല്ല ബോധം ഉണ്ടല്ലോ. ഇതാകുമ്പോ അങ്ങനെയല്ലല്ലോ. നമ്മൾ എന്തെങ്കിലും തെറ്റ് കണ്ടാലും നിങ്ങൾ പിടിക്കൂലേ? ഒക്കെ ആകുമ്പോ നിങ്ങൾ തെറ്റ് കണ്ടാലും പിടിക്കൂലല്ലോ, നിങ്ങളെ വിശ്വസിക്കൂലേ? തമാശ പറഞ്ഞാണ് കേട്ടോ, ഞാൻ തെറ്റൊന്നും അല്ല നിങ്ങളെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ സർ. അപ്പോ ഞാൻ ജസ്റ്റ് ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു പോയതാണ്. പ്രധാനപ്പെട്ട ആൾക്കാരും അവരുടെ ജനന സ്ഥലവും പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. മഹ്മൂദ് സാമിയൽ ബാറൂദി, ആയിഷ തൈമൂരിയ, അഹമ്മദ് ഷൗക്കി, ഹാഫിദ് ഇബ്രാഹിം, ഖലീൽ മുത്രാൻ, അഹമ്മദ് മിഹിരി, മുഹമ്മദ് ഹുസൈൻ അൽ ഹബാരി, സൊലാഹ് അബ്ദുൽ സബൂർ, സയ്യിദ് നവാൽ മിഹിനി, ഇവരെല്ലാവരും എന്താണ്? ഈജിപ്തുകാരാണ്. ഇനി ഫലസ്തീനിയായിട്ട് ഫത്വ തൂക്കാൻ മഹ്മൂദ് ദർവേഷ്, സാലിം ജിബ്രാൻ, സോലിഹ് മഹ്മൂദ് ഹവാരി, ഇവരെല്ലാവരും ഫലസ്തീനികളാണ്. ജമീൽ സിദ്ദിഖി അസിഹാവി, മഅറൂഫ് റുസാഫി, നാസിക്കുൽ മലായിക്ക, ബദർ ഷാക്കിർ സയ്യാബ്, അബ്ദുൽ വഹാബ് ബയാത്തി, ഇവരെല്ലാവരും ഇറാഖികളാണ്. സിറിയക്കാരായി വരുന്നത് ഉമർ അബു ലീഷ, നിസാർ കബ്ബാനി, അഡോണിസ്, ഇത്രയും പേരാണ്. പിന്നെ തുനീഷ്യയിൽ നിന്നും ഒരൊറ്റ വ്യക്തിയാണുള്ളത്, അബുൽ ഖാസിം ഷാബിയാണ്. അബുൽ ഖാസിം ഷാബിയുടെ ഒരു വരി പഠിച്ചിരുന്നു, ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? അബുൽ ഖാസിം ഷാബിയുടെ സ്ലൈഡ് കാണിക്കാം. അതിനുമ്പ് ഇതിന് മറുപടി ഇതാ. അബുൽ ഖാസിം ഷാബിയുടെ എന്താണ് ഒരു വരി നമ്മൾ പഠിച്ചിരുന്നു, അതെന്താണെന്ന് ഓർമ്മയുണ്ടോ? ഇദശ്ശുഅബ് എന്നാണ് തുടങ്ങുന്നത്. ഇദശ്ശുഅബ് യൗമൻ അറാദത്തുൽ ഹയാത്തി ഫലാ ബുസ്ദ അൻ യസ്തജീബൽ ഖദർ. ഓർക്കുന്നുണ്ടോ? അതായത് ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു ഇദശ്ശുഅബ് യൗമൻ അറാദൽ ഹയ, അതായത് ഒരു യുവാവിന് പകരം ഒരു ജനത തന്നെ എന്താണ് തന്നെ മടക്കി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? വിധി അവന് മറുപടി നൽകണം എന്ന് പറയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കത് ചർച്ച ചെയ്യാം, ഏത് സാഹചര്യത്തിലാണ് കവി പാടിയെന്നൊക്കെ. സിറിയയിലുള്ള കവികളാണ് ഉമർ അബു ദിഷ, നിസാർ കബ്ബാനി, അഡോണിസ്. പിന്നെ ഇമാറാത്തി ആയിട്ടുള്ള ഷിഹാബ് ഖാനിമാണ്. ഓക്കെ,
ഇത്രയും പേരാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മൾ ഒന്നും കൂടി ജസ്റ്റ് പറയുകയാണെങ്കിൽ ഈജിപ്തുകാരുണ്ട്, ഈജിപ്തിൽ 9 പേരുണ്ട്, പലസ്തീനിയായിട്ട് 4 പേരുണ്ട്, ഇറാഖിയായിട്ട് 5 പേരുണ്ട്, സിറിയക്കാരായിട്ട് 3 പേരുണ്ട്, ട്യൂണീഷ്യയിൽ ഒന്നുണ്ട്, ഇമാറാത്തിയായിട്ട് ഒന്നുണ്ട്. ഏകദേശം 10-25ഓളം പേര് നമുക്ക് പഠിക്കാനുണ്ട് കവിതയിൽ നിന്ന് മാത്രം. നമുക്ക് നോക്കാം അല്ലെ. സൂറത്തുൽ വഹീദത്തു ലിശ്ഇറിൽ അറബി ഖബല അൽ അസ്റുൽ ഹദീസ്. ആധുനിക കാലഘട്ടത്തിന് മുമ്പ് അറബി കവിതയിൽ ഉണ്ടായിരുന്ന ഏകമായിട്ടുള്ള കവിതാ രൂപം ഏതാണ്? അതായത് അറബി കവിതയിൽ താഴെ തന്നിരിക്കുന്നവരിൽ ഏത് കവിതാ രൂപമാണ് മുമ്പ് കാലത്ത് അറബി കവിതയിൽ ഉണ്ടായിരുന്നത്? ഷിറുൽ മൽഹമി ആണോ, ഷിറുൽ ഖിനാഇ ആണോ, മസ്റഹി ആണോ, തംസീലി ആണോ? ഷിറുൽ മൽഹമിയുടെ മറ്റൊരു പേരാണ് ഷിറുൽ ഖിസസി എന്ന് നമ്മൾ പറയുന്നത്. ഷിറുൽ ഖിനാഇയുടെ മറ്റൊരു പേരെന്താണ് സഫിയ? ഷിറുൽ ഖിനാഇയുടെ മറ്റൊരു പേരെന്താണ്? അല്ല അല്ല, വിജിദാനിയാണ്. അനക്ക് 3ാമത്തെ സെമസ്റ്ററിൽ നെക്കിത് പഠിക്കാനില്ലേ? സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ളൂ. 3ാമത്തെ 4ാമത്തെ സെമസ്റ്ററിൽ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ആ മറ്റേ 200 പേജുള്ള 200 പേജുള്ള ബുക്കല്ലേ, PDF അല്ലേ? 30 സംതിങ് ഉള്ള PDF ആണ്. 30 സംതിങ് സ്ലൈഡ് ഉള്ള PDF. എനിക്കതൊന്ന് അയച്ചിട്ടേക്കണേ, കണ്ടിട്ടില്ല അതുകൊണ്ട്. ഓക്കെ, അയക്കണേ, മറക്കല്ലേ. ഓക്കെ, അപ്പോ ഷിറുൽ ഇപ്പൊ ഇതാണ് ഷിറുൽ ഖിനാഇ അവിൽ വിജ്ദാനിയാണ്, ഷിറുൽ ഖിസസി അവിൽ മൽഹമി, ഷിറുൽ തംസീലി അവിൽ മസ്റഹി. ഷിറുൽ ഖിനാഇ വിജ്ദാനി വൈകാരിക കവിതകളായിരുന്നു ആധുനിക കാലഘട്ടത്തിന് മുമ്പ് അറബി കവിതയിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു രൂപം. അല്ലെങ്കിൽ അതായത് വൈകാരികതയ്ക്ക് നമുക്കറിയാലോ, ഇപ്പം ജാഹിലിയ കാലഘട്ടത്തിൽ ഇംറുൽ കൈസിന്റെ കവിതകൾ എന്ത് കവിതകളായിരുന്നു? വൈകാരിക കവിതകളായിരുന്നു. എന്നാൽ പിന്നീട് ആണ് ഷിറുൽ മൽഹമി ആയിട്ട് വരുന്നത്. ഇല്ലിയഡ്, ഒഡീസ തോലുന്നതൊക്കെ ഷിറുൽ മൽഹമിയാണ്. പിന്നെ ഷിറുൽ മസ്റഹി അവിൽ തംസീൽ എന്നുള്ള നാടക കവിതകളാണ്. നാടക കവിതകളുടെ ഫൗണ്ടർ ആരാണ് അറബി കവിതയിൽ? ആരാണ് റായിദ് ഷിറുൽ തംസീലി? അഹമ്മദ് ഷൗക്കി. അതെ, അഹമ്മദ് ഷൗക്കിയാണ്. വെരി ഗുഡ്. ലൈസ മിന ശുഅറ കവികളിൽ പെടാത്ത വ്യക്തി ആരാണ്? അഹമ്മദ് ഷൗക്കി, ഹാഫിദ് ഇബ്രാഹിം, ഇബ്രാഹിം നാജി, നജീബ് മഹ്ഫൂദ്. പെട്ടെന്ന് ആൻസർ ചെയ്തേ. ഓപ്ഷൻ ഡി. ടൈപ്പ് ചെയ്യാനാണ് പറഞ്ഞത്, സംസാരിക്കരുത്. സംസാരം ആരോഗ്യത്തിന് ഹാനികരമാണ്, ഞാൻ പറയുമ്പോഴല്ലാതെ. യെസ്, അതാണ് നജീബ് മഹ്ഫൂദ് ആണ്. നജീബ് മഹ്ഫൂദ് ആണ് കവികളിൽ പെടാത്തത്. ഇനി ലൈസ മിനൽ ഉദബ ഉൽ മിസ്രിയീൻ ഈജിപ്തുകാരനല്ലാത്ത കവി സാഹിത്യകാരൻ ആരാണ്? കണ്ട ചോദ്യങ്ങൾ വരുന്ന വഴി കണ്ട. അഹമ്മദ് ഷൗക്കി, ഹാഫിദ് ഇബ്രാഹിം, ജിബ്രാൻ ഖലീൽ ജിബ്രാൻ, മഹമൂദ് സാമി അൽ ബാറൂദി. യെസ് യെസ്, ജിബ്രാനാണ്. ജിബ്രാൻ ഏത് രാജ്യക്കാരനാണ്? ലബനാൻ. യെസ്, വെരി ഗുഡ്, ബാറക്കല്ലാഹു ഫീക്. റായിദ് ഷിറുൽ അറബിൽ ഹദീസ്. റായിദ് ഷിറുൽ അറബിൽ ഹദീസ് ആരാണ്? ആധുനിക അറബി കവിതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹാഫിദ് ഇബ്രാഹിം, ഇബ്രാഹിം അൽ മാസിനി, മഹ്മൂദ് സാമി അൽ ബാറൂദി, അഹമ്മദ് തൈമൂർ. ആരാണ് ഇബ്രാഹിം അബ്ദുൽ ഖാദർ അൽ മാസിനി? ആരാന്നറിയോ നിങ്ങൾക്ക്? അറിയോ? ജമാഅത്തു ദീവാൻ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു, ജമാഅത്തു ദീവാൻ. പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? ദീവാൻ എന്ന് പറയുന്ന ഒരു സാഹിത്യ നിരൂപണ സംഘടനയുണ്ട് 1921 ഈജിപ്തിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു സംഘടനയാണ് ദീവാൻ. അതില് പ്രധാനമായിട്ട് 3 വ്യക്തികളാണ് ഉള്ളത്. ഒന്ന് ഇബ്രാഹിം അബ്ദുൽ ഖാദർ മാസിനി, അബ്ബാസ് മഹമൂദ് അൽ അക്കാദ്, അബ്ദുറഹ്മാൻ അഷുക്കിരി. ഷുക്കിരി, മാസിനി, അക്കാദ്, ഇവര് 3 പേരും ചേർന്നുകൊണ്ടാണ് ഇവര് ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്നുണ്ട്, അദ്ദീവാൻ ഫിൽ അദബി വ നഖദ് എന്നുള്ളത്.
ഈ പുസ്തകത്തിന്റെ അകത്ത് അഹമ്മദ് ഷൗക്കിയുടെ അതേപോലെ തന്നെ മുസ്തഫ ലുത്ഫുൽ മൻഫലൂത്തിയുടെയും എന്താണ് കവിതയിലും ഗദ്യത്തിലുമുള്ള അപ്രമാദിത്വത്തെ തകർക്കാനായിരുന്നു ഇവർ ശ്രമിച്ചിരുന്നത്. ഇവർ ഒരു പരിധി വരെ നിന്നിരുന്നു. പക്ഷേ ഇവർക്കിടയിൽ ചില എന്താണ് വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവുകയും അതായത് പരസ്പരം അടികൂടുകയും 1923 ആകുമ്പോൾ ഇവർ പിരിയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ പിന്നീട് ചർച്ച ചെയ്യാം. ഈ ഷാഇറുൻ യഅ്തബിറു മദ്രസത്തിൽ ഇഹ്യാഇ വൽ ബഅസ് റായിദുൽ മദ്രസത്തുൽ ഇഹ്യാഇ വൽ ബഅസ് ആരാണ്? മഅറൂഫ് റുസാഫി അല്ല, അഹമ്മദ് ഷൗക്കി അല്ല, ഈലിയ അബൂമാദി അല്ല, മഹ്മൂദ് സാമി അൽ ബാറൂദിയാണ്. അതാ പറഞ്ഞുതരാം. അതായത് റായിദു മദ്രസത്തുൽ ഇഹ്യാഇ വൽ ബഅസ് എന്ന് പറയുന്നത് നമ്മുടെ നിയോ ക്ലാസിസം എന്ന് പറയും. നമ്മൾ ഒരുപാട് സ്കൂൾസ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം ഉണ്ട്. അതിൻ്റെ അകത്ത് പെട്ട ഒരു സാധനമാണ് മദ്രസത്തുൽ ഇഹ്യാഇ വൽ ബഅസ് എന്ന് പറയും. പുനരുജ്ജീവനത്തിന്റെ സ്കൂൾ എന്ന് പറയുന്നത്. അതായത് ഈ അബ്ബാസിയ കാലഘട്ടത്തിന് ശേഷം 1798 നെപ്പോളിയൻ ബോണപ്പാർട്ട് ഈജിപ്റ്റ് ആക്രമിക്കും വരേക്കും ഈ ഒരു ടൈം പീരീഡ് അറബി സാഹിത്യം എന്ന് പറയുന്നത് ശോഷിച്ചിരുന്നു. അതായത് വലിയ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാല് പിന്നീട് അതായത് നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ട് ആക്രമിച്ചതിന് ശേഷമാണ് ആധുനിക കാലഘട്ടം ഉണ്ടാവുന്നത്. പിള്ളേരെ ചരിത്രം പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ഇല്ല, പറഞ്ഞോളൂ. ഇല്ല. കാരണം ചില ആൾക്കാർ ലെഫ്റ്റ് അടിക്കുന്ന കാണുന്നത് കൊണ്ട് പറഞ്ഞിട്ട് പോണേ, സാറേ എനിക്ക് ബോറടിക്കുന്നത് ഞാൻ പോണെന്നൊന്ന് പറഞ്ഞിട്ട് പോണേ, അല്ലെങ്കിൽ എനിക്കൊരു സങ്കടം. ഞാൻ എല്ലാരും നോക്കുന്നുണ്ട്, ആരൊക്കെ ലെഫ്റ്റ് അടിക്കുന്നുണ്ട്, ആരൊക്കെ തിരിച്ചു കയറുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോണം കേട്ടോ. അപ്പോ ഈ 1798 വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മൊത്തത്തിൽ അതമ്പതിച്ച കാലഘട്ടമാണ്. അവിടെ സാഹിത്യത്തിന് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ അക്കാലത്തായിരുന്നു കസീറത്ത് ബുർദ ഉൾപ്പെടെയുള്ള മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂൻ ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടത്. പക്ഷെ എങ്കിലും പൊതുവെ പറയാറുള്ളത് സാഹിത്യത്തിനൊന്നും ഒരു പ്രാധാന്യം ഇല്ല എന്ന കാലത്താണ്. 1500കളിലൊക്കെ ആയിരുന്നു സത്യം പറഞ്ഞാൽ യൂറോപ്യൻ നവോത്ഥാനം ഉണ്ടാവുന്നത്. ആദ്യമായിട്ട് ഈ നവോത്ഥാനം ഉണ്ടാവുന്നത് ചിത്രകലയിലാണ്. റൊക്കോക്കോ എന്ന് പറയുന്ന ഒരു സ്റ്റൈലാണ് ആദ്യമായിട്ട് നവോത്ഥാനം കൊണ്ടുവരുന്നത്, സ്റ്റൈലിൽ ചിത്രകലയിൽ. പിന്നീട് സാഹിത്യത്തിലേക്ക് വരുന്നുണ്ട്. എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ ഈജിപ്തിലാണ് എന്ത് ചെയ്യുന്നത്, അറബി സാഹിത്യത്തിൽ നവോത്ഥാനം കൊണ്ടുവരുന്നത്. നവോത്ഥാനം എങ്ങനെ കൊണ്ടുവരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാഹിലിയ കാലഘട്ടത്തിലും ഇസ്ലാമിക കാലഘട്ടത്തിലും അബ്ബാസിയ കാലഘട്ടത്തിലൊക്കെ രചിക്കപ്പെട്ടിരുന്ന കവിതകളുടെ ആ ഒരു അസിലുണ്ടല്ലോ, അതായത് ഫഖർ, മദ്ഹ്, ഗസ്ല്, റസാ, ഹിക്മത്ത് എന്ന് തുടങ്ങിയിട്ട് ഒരുപാട് വിഷയങ്ങളിലെ കവിതകൾ രചിച്ചിരുന്നില്ലേ അല്ലെ? രചിച്ചിരുന്നില്ലേ? ആ വിഷയങ്ങളൊക്കെ തന്നെയും എന്ത് ചെയ്തു, ആധുനിക കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടു. അതായത് അറബി സാഹിത്യത്തെ വീണ്ടെടുക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ പുതിയ കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള, ഇപ്പൊ ഉദാഹരണത്തിന് എന്താണ് രാഷ്ട്രീയപരമായിട്ടുള്ള ഷീറു സിയാസിയ അല്ലെങ്കിൽ ഷീറുൽ വത്തനിയ തുടങ്ങിയിട്ടുള്ള കവിതകളൊക്കെ രചിക്കപ്പെട്ട ഒരു കാലഘട്ടമാണ്. അപ്പൊ ഇങ്ങനെ ആധുനിക അറബി സാഹിത്യത്തെ അല്ലെങ്കിൽ അറബി സാഹിത്യത്തെ പുനരുജ്ജീവിപ്പിച്ച കവി എന്നാണ് ആരെ പറയുന്നത്? മഹ്മൂദ് സാമി അൽ ബാറൂദിയെ പറയാം. അതാണ് മദ്രസത്തുൽ ഇഹ്യാഇ വൽ ബഅസ് എന്ന് പറയാം. ഇതിൽപ്പെട്ട വ്യക്തിയാണ് അഹമ്മദ് ഷൗക്കി, മഅറൂഫ് റുസാഫി ഒക്കെ വ്യക്തികൾ. ക്ലിയർ ആയോ? ഓക്കെ സർ. ഈലിയ അബൂമാദി ഏത് സംഘടനയുടെ വ്യക്തിയാണ്? ഈലിയ അബൂമാദി റാബിത്തത്തുൽ കലമിയ. യെസ്. 2 മഹ്ജർ സംഘടനയുണ്ട് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? മഹ്ജർ പഠിച്ച സമയത്ത് റാബിത്തത്തുൽ കലമിയ ഉണ്ട്, അസ്ബത്തുൽ അന്ദലുസി ഉണ്ട്. അതിൽ റാബിത്തത്തുൽ കലമിയയിലെ മെമ്പറാണ്. റാബിത്തത്തുൽ കലമിയ എവിടെ സ്ഥാപിച്ചത്? 1920 ജിബ്രാൻ ഖലീൽ ജിബ്രാന്റെ നേതൃത്വത്തിൽ ന്യൂയോർക്കിലാണ് സ്ഥാപിക്കപ്പെട്ടത് അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? ഇനി മറക്കരുതേ. മഹ്മൂദ് സാമി അൽ ബാറൂദി നഫിയ ഇല ജസീറത്തു മാലി ജസീറത്തു സറന്ദീബ് സക്രത്തി ലൈസമാ ദുക്കിറ. മാലിയിലേക്കാണോ, സറന്ദീബ് ശ്രീലങ്കയിലേക്കാണോ, സോക്രട്ടീസിലേക്കാണോ, ഇവിടെ ഒന്നിലും അല്ലേ? 1882 അല്ല 81-82 അദ്ദേഹം പ്രധാനമന്ത്രിയാകുന്നത്. അപ്പോ അന്ന്
ഈ ഉറാബി വിപ്ലവത്തെ തുടർന്ന് അഹമ്മദ് ഉറാബിയുടെ നേതൃത്വത്തിൽ ഉറാബി വിപ്ലവം നടക്കുന്നുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ. അപ്പൊ അതിന്റെ അകത്ത് പങ്കെടുത്തു എന്ന് ആലോചിച്ചുകൊണ്ട് മഹമ്മൂദ് സാമിയൽ ബാറൂദി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബ്രിട്ടീഷുകാര് ഈ ശ്രീലങ്കയിലേക്ക് നാട് കടത്തുന്നുണ്ട്. 1882 അദ്ദേഹം നാട് കടത്തി. 1889 1900 തിരികെ വരുന്നുണ്ട്. പിന്നെ അവസാനം അദ്ദേഹം ഈ അബ്ബാസുൽ ഹിൽമി എന്ന് പറയുന്ന, അബ്ബാസുൽ ഹിൽമി ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, അബ്ബാസുൽ ഹിൽമി അദ്ദേഹത്തിന് എന്ത് കൊടുക്കുന്നുണ്ട്, മാപ്പ് കൊടുക്കുകയും അദ്ദേഹം അങ്ങനെ തിരികെ വരികയാണ്. ക്ലിയർ ആയോ? അബ്ബാസ് ഹിൽമി അല്ല, അബ്ബാസ് സാനിയാണ്. അബ്ബാസ് സാനി. മഹമ്മൂദ് സാമി അൽ ബാറൂദിയെ അറിയപ്പെടുന്ന എന്താണ്? ഷായിറു സഅലൂഖ് എന്നാണോ, ഷായിർ അക്സറുൽ മദ്ഹ് എന്നാണോ, അബ്ദഉ ഷിഅറുൽ അറബി എന്നാണോ, ഹിറു എന്നാണോ, റായിദ് ഷിറുൽ അറബിൽ ഹദീസ് എന്നാണോ, ഒരു നാടോടി കവി എന്നാണോ, കൂടുതൽ മദ്ഹ് പാടിയ കവി എന്നാണോ, അതല്ല ഷിറുൽ ഹുറിന്റെ ഫൗണ്ടർ എന്നാണോ? ഇതാണ് അറിയപ്പെടുന്നത് റായിദ് ഷിറുൽ അറബിൽ ഹദീസ് എന്നാണ്. കുംലിൽ മുഅല്ലിമി വഫ്ഫിഹി തബ്ജീല വകാദൽ മുഅല്ലിമു അൻ യകൂന റസൂല. നമ്മൾ എപ്പോഴും പാടിപ്പറയും ഒരു കവിതയാണ്. യെസ്, ആരാണ്? അഹമ്മദ് ഷൗക്കിയുടെ പ്രശസ്തമായ വരികളാണ്. ആരാണ് ഈ അഹമ്മദ് ഷൗക്കി? ഷായിറുൻ നൈലാണോ, അമീർ ഷുഅറ ആണോ, അമീദുൽ അദബുൽ അറബി ആണോ? ഈ പറയപ്പെട്ടവൊന്നും അല്ലേ. ഈ ആരാണ് ഈ അമീദുൽ അദബുൽ അറബി? അറിയോ? അമീദുൽ അദബുൽ അറബി, ദ പ്രിൻസിപ്പിൾ ഓഫ് അറബിക് ലിറ്ററേച്ചർ. യെസ്, ത്വാഹക്ക അല്ലേ? ത്വാഹക്ക. നിങ്ങളുടെ ത്വാ ഹുസൈൻ ത്വാഹക്കാന്ന് പഠിച്ചാൽ മതി. ഒരു ത്വാല്ല നമുക്ക് പഠിക്കാം. 2 ത്വാ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഉണ്ടാവണ ത്വാഹക്ക, ഈ ത്വാഹക്ക മാത്രമേ ഉള്ളൂ. പിന്നെ ഷായിറുൻ നൈൽ ആരാണ്? മറക്കരുത് കേട്ടാ. ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ പേര് എടുക്കണം. എന്തിനാ ഹാഫിളാക്ക എന്നും ത്വാഹാക്ക എന്ന് പഠിച്ചില്ലേ? പ്രശ്നം തീർന്നില്ലേ? എവിടെ കിടക്കണം? ഇബ്രാഹിമിനൊക്കെ എന്തിനാ ഓർക്കണേ? ഇനി അമീർ ഷുറ അഹമ്മദ് ഷൗക്കി ഷായിറുൻ മിസ്രിയുൻ ഉറുദുനിയുൻ സൂരിയുൻ സഊദിയുൻ. നേരത്തെ അനിയനായിരുന്നു ചോദിച്ചു, ഇപ്പൊ ചേട്ടനായിരുന്നു ചോദിക്കും അല്ലെ? ചേട്ടനും അനിയനൊക്കെ തന്നെയാണ് അഹമ്മദ് ഷൗക്കിയനാണ്. ഇനി കറള ഷായിറുൻ അറബിയുൻ സലാസത്തം വഇശ്രീന വഅൽഫ വഖംസ ബൈത്തിൻ ഫി അറാദിൻ ഖദീമ വഹദീസ. ഒരു അറബി കവിയാണ്. അദ്ദേഹം രചിച്ചിട്ടുണ്ട് സലാസത്തു വഇശ്രീന അൽഫൻ, 23,500, അതായത് 23,500 ബൈത്തുകൾ. ഫി അറാദിൽ ഖദീമ വഹദീസ, ആധുനിക കാലഘട്ടത്തിലെയും പഴയ കാലഘട്ടം, അതായത് അബ്ബാസി കവികളായിട്ടുള്ള ആൾക്കാരുടെ 23,500ഓളം കവിതകൾ എഴുതിയ കവി ആരെന്നുള്ളതാണ്. അതാരാണ്? അഹമ്മദ് ഷൗക്കിയാണ്. അബ്ബാസിയ കാലഘട്ടത്തിൽ വളരെ പ്രശസ്തമായിട്ടുള്ള അദ്ദേഹം ഷൗക്കിയാത്തിൽ അദ്ദേഹം ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഷൗക്കിയാത്ത് ആരുടെ ഗ്രന്ഥമാണ്? അഹമ്മദ് ഷൗക്കി, ഖലീൽ മുത്തറാൻ, ഖലീൽ ജിബ്രാൻ, റഷീദ് റിള. യെസ്, ഷൗക്കി, അഹമ്മദ് ഷൗക്കി അല്ലേ? ഷൗക്കിയാത്ത്. ഇത് എത്ര ജുസ് ആണെന്നറിയാ ഷൗക്കിയാത്ത്? ഷൗക്കിയാത്ത് കം അജ്സാ? 3 ഒരാള് പറയുന്നു. ഇനി 4, പിന്നെ 3 ഉണ്ട്, 4 ഉണ്ട്. ഇനി ഏതെങ്കിലും ഉണ്ടോ? 5. നീ 5ൽ ഒതുക്കിയിട്ടുണ്ട്. നമ്മൾ ഓപ്ഷൻ ടി അല്ല ഓപ്ഷൻ ബി 4നെ ആൻസർ ആക്കി തെരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. 1898 അത് ആദ്യം പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ 1943 അവസാനത്തെ ജുസ് പബ്ലിഷ് ചെയ്യുന്നത്. മൊത്തം 4 ജുസുകളാണ് ഉള്ളത്. ക്ലിയർ ആയോ? ഷൗക്കിയാത്ത് എന്നുള്ളത് 4 ജുസുകളാണ്. മുസ്റഅ ക്ലിയോപാത്ര ഡാഷിൽ അഹമ്മദ് ഷൗക്കി. മുസ്റഅ ക്ലിയോപാത്ര, തമ്മീസ്, അലി ബക്കൽ കബീർ, അൻതറ, മജ്നൂൻ ലൈല, സിത്ത് ഹുദ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു. ഇതിന്റെ അകത്ത് മുസ്റഅ ക്ലിയോപാത്ര എന്നുള്ളത് അഹമ്മദ് ഷൗക്കിയുടെ എന്താണ്?
നോവലാണോ, നാടകമാണോ, ഓട്ടോബയോഗ്രഫി ആണോ, അതല്ല മക്കാലകളാണോ, ലേഖനങ്ങളാണോ? ബാറക്കല്ലാഹു ഫീക്കും, നാടകങ്ങളാണ്. അമീറുൽ ഖവാഫി ഖദ് അതൈത മബായഅൻ വഹദി വുഫൂദി ശർഖ് ഖദ് ബായഅതു മഇ മൻ ബായ ഷൗക്കി അമീറൻ. 1927 അമീർ ഷുറായിട്ട് അഹമ്മദ് ഷൗക്കിയെ ബൈഅത്ത് ചെയ്യുന്നുണ്ട്. ആ ബൈഅത്ത് ചെയ്യുന്ന സമയത്ത് പാടിയ ഒരു കവി പാടിയ ബൈത്താണ് അമീറുൽ ഖവാഫി ഖദ് അതൈത മബായഅൻ വഹദാ വുഫൂദി ശർഖ് ഖദ് ബായഅതു മഇ. ഖവാഫി, ഓ ഖവാഫിയുടെ രാജാവേ, ഞങ്ങൾ ബൈഅത്ത് ചെയ്യുന്നുണ്ട്. എന്നോടൊപ്പം എന്താണ് ഷർക്കിലെ സംഘവും എന്നോടൊപ്പം നിങ്ങളെ ബൈഅത്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇതാര് പാടിയതാണ്? ഹാഫിദ് ഇബ്രാഹിം പാടിയതാണ് അല്ലെ അഹമ്മദ് ഷൗക്കിയെ പറ്റി. ക്ലിയർ ആയോ? അഹമ്മദ് ഷൗക്കിയെ പറ്റി കിട്ടിയോ? അഹമ്മദ് ഷൗക്കിയുടെ മസ്റഹിയാത്തുകളെ പറ്റി ഒക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. നാടകങ്ങളെ കുറിച്ച് പഠിക്കാം. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാം ചോദിക്കാറുണ്ട് കേട്ടോ. മുസ്റ, ക്ലിയോപാത്ര, കമ്മീസ്, മജ്നൂനുൽ ലൈല, അലി ബക്കൽ കബീർ, അന്തറ, സിത്തുഹുദ, പിന്നെ ബഖീല. ഇനി ബഖീല എന്നുള്ള നാടകം അദ്ദേഹത്തിനുണ്ട്. പിന്നെ കിബാറുൽ ഹവാദിസു ഫി വാദിനിൽ, ഇതിന്റെ അകത്ത് ഇല്ലാത്തൊരു ചോദ്യമാണ്. കിബാറുൽ ഹവാദിസു ഫി വാദിനിൽ ഇത് ആരുടെ ഗ്രന്ഥാണെന്ന് അറിയാം? ഞാൻ ഓപ്ഷൻ പറയാം. മഹ്മൂദ് സാമി അൽ ബാറൂദി, ഹാഫിദ് ഇബ്രാഹിം, അഹമ്മദ് ഷൗക്കി, മുസ്തഫ സ്വാദിഖ് അർ-റാഫിഈ. ആരുടെയാണ് കിബാറുൽ ഹവാദിസു ഫി വാദി അന്നൈൽ? പറഞ്ഞോ. മുസ്തഫ സാദിഖ് റാഫി. ഒരാള് മുസ്തഫ സ്വാദിഖ് റാഫിഈ എന്ന് പറഞ്ഞു. ഇനി ഒന്നേ പറയാനുള്ളൂ. ആരൊക്കെ ഉണ്ടായിരുന്നു? ഓപ്ഷൻ ആരൊക്കെ ഉണ്ടായിരുന്നു? മുസ്തഫ സ്വാദിഖ് റാഫിഈ, അഹമ്മദ് ഷൗക്കി, മഹ്മൂദ് സാമി അൽ ബാറൂദി, ഹാഫിദ് ഇബ്രാഹിം. ആരാണ്? അഹമ്മദ് ഷൗക്കിയുടെ വരികളാണ്. അഹമ്മദ് ഷൗക്കിയുടെ ആണ് കേട്ടോ കിബാറുൽ ഹവാദിസ് ഫി വാദി നെയ്ൽ എന്നുള്ളത്. ഓക്കെ അല്ലേ? അത് ഒന്ന് ഓർത്തിരിക്കണേ, മറക്കല്ലേ. കിബാറുൽ ഹവാദിസു ഫി വാദി അന്നൈൽ ആരുടെയാണ്? അഹമ്മദ് ഷൗക്കിയുടെയാണ്. ചിലപ്പോ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ നിങ്ങൾ നോട്ടിൽ കണ്ടില്ലെങ്കിൽ സാറ് പഠിപ്പിച്ചില്ല എന്ന് പറയരുത്. സാർ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലടാ? ഇനി അടുത്ത നോക്കിക്കേ. റുബായിയാത്ത് എന്ന് പറയുന്നത് ആരുടെ കവിതാ സമാഹാരത്തിൽ പെട്ടതാണ്? സോലിഹ് ഹവാരിയുടെയാണോ, ജമീൽ സിദ്ദിഖി അദ്ദിഹാവിയുടെയാണോ, മുഹമ്മദ് ഹുസൈൻ അൽ ഹവാരിയുടെയാണോ, മുഹമ്മദ് ഹുസൈൻ ഹൈക്കലിന്റെയാണോ? ആരുടെയാണ്? ജമീൽ സിദ്ദിഖി അസ്ദിഹാവി. ഈ ജമീൽ സിദ്ദിഖി അസ്ദിഹാബിയിൽ അദ്ദേഹം ഏത് നാട്ടുകാരനായിരുന്നു നമ്മൾ പറഞ്ഞത്? മനസ്സിലാക്കണം. ബാറക്ക, നിങ്ങളിവിടെ ഉണ്ടല്ലേ, ഇറാഖിക്കാരനാണ്. മൻ ഹാഫിദ് ഇബ്രാഹിം. ഇനി ആരാണ് ഈ ഹാഫിദ് ഇബ്രാഹിം? നിങ്ങൾ പറഞ്ഞേ. അതൊരു മുഫസ്സിറാണോ, അതല്ല നാക്കിദാണോ, അതല്ല മുതർജിമാണോ, അതല്ല ഷാഇറാണോ? ആരാണ്? അദ്ദേഹം ഒരു കവിയാണ് അല്ലെ? ഷാഇറുൻ നെയിൽ, ഷാഇറുൻ സഊദിയുൻ, ഉർദുനിയൻ, സൂരിയുൻ, മിസ്രിയുൻ. നമ്മൾ അന്ന് പറഞ്ഞ അതിന്റെ ഗുഡൻസ് മനസ്സിലായ? ആ ടേബിൾ ആക്കി പഠിച്ചതന്നെ. മിസ്രിയുൻ. ബിഅയ്യി ഹഖിലിൻ ഇഷ്തഹറ ഖലീൽ മുത്റാൻ. ഷിഅറു അർ-റുമാൻസി, റൊമാന്റിക് കവിതകളാണോ? നഖ്ദുൽ അദബി, അറബി സാഹിത്യ നിരൂപണത്തിലാണോ? റിവായത്തുൻ താരിഹിയ, ചരിത്ര നോവലുകളിലാണോ? ചരിത്ര നോവലുകളിലാണോ? റിവായ എന്ന് വെച്ചാൽ നോവൽ എന്നാണ്. സീറത്തുൻ ദാത്തിയ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താ സീറ ദാത്തിയ എന്ന് വെച്ചാല്? ഓട്ടോബയോഗ്രഫി. What is this? ഓട്ടോബയോഗ്രഫി. ഓക്കെ, സെറ്റ്. അപ്പൊ ഏതിന്റെ അകത്ത് ഏതാണ് മുപ്പര് പ്രശസ്തനായത്? റൊമാൻറ്റിക്. ഷിഅറു റൊമാൻസി. എന്താ ഷിഅറു റൊമാൻസി എന്ന് വെച്ചാല്? ചില ആൾക്കാരുടെ മനസ്സിലൊക്കെ ഇപ്പൊ ലഡുവൊക്കെ പൊട്ടിട്ടുണ്ടാവില്ല റൊമാൻസ് എന്ന് കേട്ടോണ്ട്. റൊമാൻറ്റിക് കവിതകൾ.
റൊമാൻറ്റിക് കവിതകൾ. എന്ന് വെച്ചാ എന്താ? എന്താണ് അതായത് എന്ന് വെച്ചാ എന്താ? ഒരു അതില് ഒരു എന്താ പറയാ, ഒരു രസം തൂകിയിട്ടുള്ള ഒരു എഴുത്ത്. എന്ത് രസമാണ് ഉദ്ദേശിച്ചത്? സാമ്പാറിലുണ്ടാക്കുന്ന രസമാണോ? ചോറിലുണ്ടാക്കുന്ന രസമാണോ? രസമില്ല, അതായത് ഒരു പ്രണയവും പിന്നെ അങ്ങനത്തെ ഇതൊക്കെ പാടെ കൂടിക്കലർന്നുള്ള ഒരു എഴുത്ത്. കറങ്ങി തിരിഞ്ഞ് പ്രണയത്തിൽ വരുമെന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അതാണല്ലോ നമ്മളെയൊക്കെ രസം. അപ്പൊ വിരഹ റൊമാൻറ്റിസ് ആവോ? അല്ല, അങ്ങനല്ല. അത് കഅബത്ത്, അത് കഅബയും തശാവും ഒക്കെയാണ്. പാവം. ഇതൊക്കെ റൊമാൻറ്റിസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രണയം എന്നൊക്കെ പറഞ്ഞു, അത് തന്നെ ഏകദേശമൊക്കെ അങ്ങനെയാണ്. റൊമാൻറ്റിസം നമ്മൾ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നു. അതായത് ഭാവനകൾക്ക്, നമ്മുടെ വൈകാരികതകൾക്ക്, നമ്മുടെ ഫീലിങ്സുകൾക്ക്, നമ്മുടെ എന്താണ് ഇമാജിനറി വേണം. ഏറ്റവും ബേസിക് സിമ്പിൾ ആയിട്ട് പറയാം, നമ്മുടെ ഇമേജിൻ വേണുണ്ടല്ലോ, ഹയാലിന് കൂടുതലായിട്ട് എന്താണ് സപ്പോർട്ടീവ് ആയിട്ടുള്ള കവിതകളാണ് റൊമാൻറ്റിക് കവിതകൾ എന്ന് പറയാം. അതായത് നമ്മൾ ആ റൊമാൻറ്റിക് മദ്ഹബുൻ അദബിയ്യൻ യഹ്തമ്മു ബിനഫ്സിൽ ഇൻസാനിയതി വമാ തുസഖറ ബിഹി മിൻ അവാതിഫിൻ വഖീലത്തിൻ വമശായിർ എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വരാം. അതായത് റൊമാൻറ്റിസം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഭാവനാത്മകമായിട്ടുള്ള സാഹിത്യ രൂപമാണ്. അതിൻ്റെ അകത്ത് കൂടുതലും പ്രാധാന്യം നടക്കുന്നത് നമ്മുടെ ഫീലിങ്സുകൾക്കും നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ തോന്നലുകൾക്കും ഒക്കെയാണ്. അയ്യോ ദൈസ, അത് റിയലിസ്റ്റിക് ആയിട്ടുള്ള വേർഡിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് റൊമാൻറ്റിസം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ സർ. ഇനി ഖലീൽ മുത്രാൻ പ്രശസ്തനാണെന്ന് മാത്രമല്ല, എന്താണ്, ഖലീൽ മുത്രാനാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ അകത്ത് കവിത രചിക്കുന്നത്. ഇനി ഇസ്തഹറ ഹാഫിദ് ഇബ്രാഹിം ഷാഇറുൽ ഖത്രിയും ഷാഇറുൽ നൈൽ ഷാഇറുൽ മിസ്രിയും ഷാഇറുൽ ഖലീഫ. ഹാഫിദ് ഇബ്രാഹിം എന്ത് അപരനാമത്തിലാണ് അറിയപ്പെടുന്നത്? ഷാഇറുൽ നൈൽ, ഷാഇറുൽ മുജ്തമഅ, ഷാഇറുൽ മുതഹമ്മിസ്, ഇങ്ങനെ 3 പേരിലാണ് ആരറിയപ്പെടുന്നത്. ഷാഇറുൽ നൈൽ എന്നും ഷാഇറുൽ മുജ്തമഅ എന്നും അറിയപ്പെടുന്നുണ്ട് ആര്? ഹാഫിദ് ഇബ്രാഹിമിന്. ഷാഇറുൽ ശുഅബ് എന്ന് പറയുന്ന ആരാണ്? അഹ്മദ് ഷൗക്കി, അബുൽ അല അൽ മഅദി, ഹാഫിദ് ഇബ്രാഹിം, അബുൽ ഖാസിം അഷ്ശാബി. യെസ്, ഷാഇറുൽ ശുഅബ് എന്നൊരു അപരനാമം മാർക്കുണ്ട്, ഹാഫിദ് ഇബ്രാഹിമിനുണ്ട്. അൽ ഉമ്മു, ഇത് മദ്രസത്ത്, ഇത് അഅദ്ദത്ത് ശുഅബൻ തയ്യിബൽ ഇറാഖി. ഉമ്മ ഒരു സ്കൂളായിരിക്കെ ആ ഉമ്മ എന്ത് ചെയ്യാണ്? പ്രിപ്പയർ ചെയ്യാണ്, സ്കൂളിനെ പ്രിപ്പയർ ചെയ്യാണ്. അങ്ങനെ ഒരു ഉമ്മ ഒരു സ്കൂളിലുള്ള മക്കളെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ശുഅബൻ ഒരു ജനതയെ പ്രിപ്പയർ ചെയ്യും. എങ്ങനെ? തയ്യിബൽ ഇറാഖി. ഈ ഇറാഖ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ എന്താണ്, ഈ വിയർപ്പില്ലേ, നല്ല സുഗന്ധമുള്ള വിയർപ്പുള്ള ജനതയെ സൃഷ്ടിക്കുന്നത്. അതായത് കഷ്ടപ്പെട്ട് പഠിച്ച് അവിടെ നിന്നും ആ കുട്ടികളിൽ നിന്നും വമിക്കുന്ന ഗന്ധം എന്ന് പറയുന്ന സമൂഹത്തിലാകെ സുഗന്ധപൂരിതമാണ് എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ആരുടെ വരികളാണെന്നുള്ളതാണ്. ആരുടെ വരികളാണ്? ഹാഫിദ് ഇബ്രാഹിമിന്റെ തർബിയത്തുൽ ബനാത്ത് എന്ന് പറയുന്ന ഒരു കവിതാ സമ്മാനം, പെൺകുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ള ഒരു വിഷയത്തിൽ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഹാഫിദ് ഇബ്രാഹിം പറയുന്നിടത്ത് പറഞ്ഞതാണ്. ഇനി അൽ ബുഅ്സ എന്ന് പറയുന്ന വിക്ടർ ഹ്യൂഗോയുടെ ഒരു ഫ്രഞ്ച് നോവൽ ഉണ്ട്. അതിനെ അറബിയിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തിയാണ്. ഇത് കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ബുഅ്സ എന്നുള്ളത് വിക്ടർ ഹ്യൂഗോയുടെയാണ്, ഫ്രഞ്ച് നോവലാണ്. അത് അറബിയിലേക്ക് വിവർത്തനം ചെയ്ത വിവർത്തകൻ ആരാന്നാണ് ചോദ്യം. അതും ആരെന്നെയാണ്? ആരാണ്? നമ്മുടെ സ്വന്തം ഹാഫിദാക്കയാണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഹാഫിദാക്കയെ പറ്റി മറക്കല്ലേ, അതൊക്കെ വലിയ സംഭവമാണ്. ഇനി അടുത്തത് ലയാലി സത്തീഹ് എന്ന് പറയുന്നത് ആരുടേതാണ്? മുഹമ്മദ് അൽ മുവൈലഹിയുടെയാണോ, മഹമ്മൂദ് സാമി അൽ ബാറൂദിയുടെയാണോ, ഹാഫിദ് ഇബ്രാഹിമിന്റെയാണോ, അഹമ്മദ് അബുൽ ഖലീലിന്റെയാണോ? ഈ ലയാലി സത്തീഹിന്റെ പ്രത്യേകത എന്തായിരുന്നു അറിയോ? ആർക്കെങ്കിലും അറിയോ? ഹാഫിദ് ഇബ്രാഹിമിന്റെ മക്കാമയാണ് കേട്ടോ. എന്താണ് ഹാഫിദ് ഇബ്രാഹിമിൻ, എന്താണ് ലയാലി സത്തീഹ്? മക്കാമയാണ്. മുഹമ്മദ് അൽ മുവൈലഹിക്കും ഒരു മക്കാമയുണ്ട്, അറിയോ നിങ്ങൾക്ക്? മുഹമ്മദ് അൽ മുവൈലഹി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു മക്കാമയുണ്ട്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല,
ഒന്ന് പറയാം. ഹദീസു ഈസ ബിൻ ഹിഷാം എന്ന് പറയും. എന്താണ് ഹദീസു ഈസ ബിൻ ഹിഷാം? എന്താണ് ഹദീസു ഈസ ബിൻ ഹിഷാം? ഇത് ആരുടേതാണ്? മുഹമ്മദ് മൊവൈലി. മറക്കരുതേ, പരീക്ഷയ്ക്ക് ചോദിച്ചാ പറയണം അജു സാറ് പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞു കേട്ടോ. അത് എപ്പോഴും അങ്ങനെയാണ് നിങ്ങൾ പറയാറുള്ളത്. സാറ് പഠിപ്പിച്ചില്ലാത്ത ഭാഗത്ത് നിന്നൊന്നും പറയും. പക്ഷെ സാറ് പഠിപ്പിച്ചോ? സാർ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഒന്നുകൂടി പറയോ? എന്താണ്? മുഹമ്മദ് അൽ മുവൈലഹിയുടെയാണ്, മുഹമ്മദ് അൽ മുവൈലഹിയുടെയാണ് ഹദീസ് ഈസ ബിൻ ഹിഷാം എന്നുള്ളത്. എന്താണ് ഹദീസ് ഈസ ഇബ്നു ഹിഷാം? ഓക്കെ. മൻ ഹുവ ഷാഇറു റുമാൻസിയ അല്ലദി ദക്കറഹു ഫി താലിയ? താരതന്നിരിക്കുന്നവയിൽ റൊമാൻറ്റിസം കവി ആരാണ്? മുഹമ്മദ് അബ്ദ, ഖലീൽ മുത്തറാൻ, ഹാഫിദ് ഇബ്രാഹിം, മഅറൂഫ് മുസാഫി. തലയ്ക്കും എങ്ങനെയൊക്കെ തിരിച്ചു പറഞ്ഞാലും ഖലീൽ മുത്തറാൻ മാറൂല. ഖലീൽ മുത്തറാനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഷാറുൽ ഖത്തറൈനി, ഷാഇറുൻ നെയ്ല്, ഷാഇറുൻ നബി, ഷാഇറുൽ ഖലീഫ. ഈ ഷാഇറുൽ നെയ്ല് ആരാണ്? ഷാഇറുൻ നബി ആരാണ്? സാനിബിന് സാബിത്ത്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ആരാണ് ഷാഇറുൽ ഖലീഫ? ആരാണ് ഷാഇറുൽ ഖലീഫ? പെട്ടെന്ന് ആൻസർ പറയാം. ഞാൻ 3 ഓപ്ഷൻ തരാം. ഒരു ഓപ്ഷൻ പറയാം. അദ്ദേഹം അമവി കാലഘട്ടത്തിലെ വളരെ പ്രശസ്തനായ ഒരു കവിയാണ്. അഫ്സലാണ് എന്ന് പറയുന്നുണ്ട് ഒരാള്. ഇനി ആരാണ്? അല്ല അല്ല, അഖ്തലാണ്. ആരാണ്? അബ്ദുൽ മലിക് ബിൻ മർവാന്റെ കൊട്ടാര കവി എന്ന അഖ്തല്. ഓക്കെ, അഖ്തലാണ് കറക്റ്റ്. മഅറൂഫ് റുസാഫി ഹുവ ഷാഇറുൻ മിസ്രിയുൻ ഇറാഖിയുൻ സൂരിയുൻ ഫിലസ്തീനിയുൻ. നിങ്ങൾക്ക് ഇങ്ങനെ പഠിച്ച് കണക്ട് ചെയ്ത് പഠിച്ചിട്ട് പോണത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ? അതാ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോയാൽ മതിയോ? ക്വസ്റ്റ്യൻസ് സമയം എടുക്കാണ്ട് അതാ കണക്ട് ചെയ്ത് പറഞ്ഞു പോകണം. ഓക്കെ നിങ്ങൾ ബഹളം ഉണ്ടാക്കണ്ട, നമ്മളതിനെ ഏറ്റെടുക്കുന്നു. ഇല അയ്യ നസ്ആത്തിൻ യന്തമി അബുൽ ഖാസിം ഷാബി? അദ്ദേഹം ഏത് സാഹിത്യകാരനാണ്? റൊമാൻറ്റിസം ആണോ, റിയാലിസം ആണോ, ക്ലാസിസം ആണോ, സർറിയാലിസം ആണോ? അപ്പൊ നമ്മളെ ഇവിടെ ക്ലാസിസം എന്താ നമ്മൾ പറഞ്ഞില്ലേ? ക്ലാസിസം പറഞ്ഞോ? ക്ലാസിസം പറഞ്ഞു എന്ന് വെച്ചാൽ നിങ്ങളൊന്നും ഉണ്ടല്ലോ. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ? ജീവനുണ്ടാ? ക്ലാസിസം പറഞ്ഞാ എന്താണ് ക്ലാസിസം പറഞ്ഞ? ഞാന് പറഞ്ഞു എനിക്കറിയാം. നിങ്ങൾ കേട്ടോന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിച്ചതാ. അപ്പൊ ക്ലാസിസം എന്താ നമ്മൾ പറഞ്ഞു, നിങ്ങൾ പഠിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്തത് റിയാലിസം എന്താന്ന് പറഞ്ഞ? റിയാലിറ്റി ബേസ് ചെയ്ത് കൊണ്ടാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യാ, ഭാവനക്കൊക്കെ വിരുദ്ധമായി കൊണ്ട് റിയാലിസത്തിന് എന്ത് ചെയ്യാ, പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഇനി അടുത്തത് ക്ലാസിസം. എന്താണ് ഈ ക്ലാസിസം എന്ന് വെച്ചാല്? ക്ലാസിക്കൽ ആയിട്ടുള്ള നമുക്ക് പറഞ്ഞത് ജാഹിലിയ കാലഘട്ടം മുതൽ ഇങ്ങോട്ടം വരെയുള്ള കവിതകളെ അതനുസരിച്ച് കൊണ്ടുപോകാന്നുള്ളതാണ് ക്ലാസിസം. കിട്ടിയോ? ഓക്കെ സർ. എന്താണ് സർറിയാലിസം എന്ന് ആര് പറഞ്ഞു തരും? സഫിയ, എന്താണ് സർറിയാലിസം?
എനിക്ക് ഓർമ്മയില്ല. എന്താ ഓർക്കാത്ത? ഇഷ്ടല്ലാത്ത വിഷയം ഉണ്ടല്ലേ? റിയാലിറ്റി ഞാൻ ഇപ്പൊ അല്ല കേൾക്കാണ്. ഇഷ്ടല്ല, ആദ്യമായിട്ടാക്കാണ്. അതായത് റിയാലിസത്തിന്റെ കുറച്ചുകൂടി എന്താണ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സംഘടനയാണ് സർറിയാലിസം എന്ന് പറയുന്നത്. അതായത് ഇവര് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ നിലവിലുള്ള ഭൗതിക നിലവാരത്തെ ഇല്ലേ, അതിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഈ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒരു ഇതുണ്ടല്ലോ, ഒരു തിയറി ഉണ്ടല്ലോ, സൈക്കോ അനാലിസിസ്. കേട്ടിട്ടുണ്ടോ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനാലിസിസ്? യെസ്. അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് സാഹിത്യത്തെ വിവക്ഷിച്ചിട്ടുള്ളവരാണ് ആര്? സർറിയലിസ്റ്റുകൾ എന്ന് പറയാം. ഓക്കെയോ? ഓക്കെ സർ. അതായത് ഇവര് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള ലോകമല്ലേ, അതിന്റെ പുറത്ത് വേറൊരു ലോകം ഉണ്ടെന്നാണ് പറയണത്. അതായത് ഇവര് പറഞ്ഞു വെക്കുന്ന കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ കിളിയാണ്, പക്ഷെ നിന്നെക്കാള് കിളിയായിട്ടുള്ള വേറൊരു കിളി ഉണ്ട്. മനസ്സിലായോ? പറഞ്ഞൊരു ഉദാഹരണം മനസ്സിലായോ? യെസ്. അത് കുറച്ചുകൂടി വലിയ കിളിയാണ്, കുറച്ചുകൂടി വളരെ വിശാലമായിട്ടുള്ള ഒരു ലോകമാണ് എന്നാണ് പറഞ്ഞത്. അതെന്താണ്? നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാത്ത, നമുക്ക് അൺകണ്ടീഷൻഡ് ആയിട്ട് അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു മൈൻഡാണെന്നാണ് പറയുന്നത്. അതാണ് അതായത് ഇവര് പറഞ്ഞു വെക്കുന്നത് ഇത്രയേ ഉള്ളൂ, മനുഷ്യൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ അൺകോൺഷ്യസ് മൈൻഡിന്റെ ബേസിലാണെന്നൊക്കെയാണ് പറയുന്നത്. കേട്ടാ? കുറച്ച് സൈക്കോളജിയാണ് ഈ സർറിയാലിസം എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടൊക്കെ ഉണ്ട് സർറിയാലിസത്തെ പറ്റിയിട്ടൊക്കെ. കാരണം അബ്ദുൽ വഹാബ് അൽ ബയാത്തി ഷാഇറുൻ ഇറാഖിയുൻ ഫൈലസൂഫുൻ അംരീക്കിയുൻ ഷാഇറുൻ ഹിന്ദിയുൻ ഷാഇറൻ അബ്ബാസിയൻ. ഏതാണ്? ഷാഇറൻ ഇറാഖിയൻ എന്നുള്ളതാണ്, ഇറാഖി പൊയറ്റ് ആണെന്നുള്ളതാണ്. ആരാണ്? റായിദു ഷീറുൽ ഹുർ, സ്വതന്ത്ര കവിതയുടെ പിതാവ് ആരാണ്? സാറേ ചോട്ടെ, എന്താണ്? ഡോട്ട് ഓടിച്ചോളൂ. ഇത് നാസിലിൽ മലായിക്ക എന്ന് പറഞ്ഞത് ഒരു ഹുറിന്റെ ആളില്ലേ? അത് ഏത് ഭാഗത്തായിരുന്നു? പറയാം. ഇതാരാണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ആരാണ്? ബദർ ഷാക്കിർ സയ്യാബാണ്. അതായത് ഇതിലൊരു അടി നടക്കുന്നുണ്ട്. അതായത് റായിദ് ഷിറുൽ ഹുർ എന്ന് പറയുന്നത് നാസിക്ക് മലായിക്ക എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്നാല് നാസിക്ക് മലായിക്ക അല്ല, ബദർ ഷാക്കിർ സയ്യാബാണ് എന്ന് വാദിക്കുന്നവരും ഉണ്ട്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ കുറച്ചുകൂടി നിങ്ങൾ വലുതാകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. കുറച്ചുകൂടി വലുതാവട്ടെ, നിങ്ങൾ കൊച്ചുകുട്ടിയുള്ള. ഓക്കെ, കുറച്ചുകൂടി വലുതാവുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ തൽക്കാലത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ബദർ ഷാക്കിർ സയ്യാബ് നാസിക്ക് മലായി രണ്ടുപേരെയും പഠിക്കുക. ഇതിന്റെ അകത്ത് നാസിക്ക് മലായിക്കയും ബദർ ഷാക്കിർ സയ്യാബ് ഒരിക്കലും ഒരുമിച്ച് വരൂല. അഥവാ വന്നാലും ആരെ കൊടുക്കുക? നാസിക്ക് മലായിക്ക കൊടുക്കുക. പക്ഷേ കറക്റ്റ് ബദർ ഷാക്കിർ സയ്യാബാണ്. എന്നാൽ ചില ആൾക്കാർ പറയുന്നത് നാസിക്ക് മലായിക്കാണെന്നും പറയുന്നുണ്ട്. കൂടുതൽ പരീക്ഷയുടെ ചോദ്യങ്ങളും വരുന്ന കാര്യം തന്നെയായിരിക്കും നാസിക്ക് മലായിക്ക ആയിരിക്കും. അങ്ങനെ കാരണങ്ങൾ കുറെ ഉണ്ട്. ഇത് പറയാൻ നിന്ന് നിങ്ങൾക്ക് ഇത് മനസ്സിലാവൂല, ആകെ കുടിപ്പോവും. ഇനി അടുത്തത് സമീറുൽ അത്ഫാൽ എന്നുള്ളത് ആരുടെ കവിതാ സമാഹാരമാണ്? സോലിഹ് ഹവാരിയുടെയാണോ, സൊലാഹ് അബ്ദുൽ ഖുദ്ദൂസിന്റെയാണോ, മുഹമ്മദ് ഹുസൈൻ ഹവാരിയുടെയാണോ, മുഹമ്മദ് ഹുസൈൻ ഐക്കന്റെ ആണോ? ഞാൻ അങ്ങനെ പറഞ്ഞു നിർത്താൻ ഒരു കാരണമുണ്ട്. കാരണം ഞാൻ ഇതിനെക്കുറിച്ച് ഗഹനമായി വായിക്കുന്നതിന് മുമ്പ് സാറ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇദ്ദേഹം അല്ല, ആര് നാസിക്ക് മലായിക്ക അല്ല, ഇദ്ദേഹമാണ് എന്ന് പറഞ്ഞു വെച്ചിരുന്നു. പക്ഷെ ഞാൻ അതിനെ വിശ്വസിച്ചു.
അതുപോലെ തന്നെ അത് സത്യമാണ്, സാറ് പറഞ്ഞ കാര്യം തന്നെയാണ്. പക്ഷേ നാസിക്ക് മലായിക്ക എന്തുകൊണ്ടാണ് നമ്മൾ റായിദ് ഷറുൽ ഹുറ എന്താണെന്ന് പറയാൻ കാരണം എന്നൂടെ വായിച്ചപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല കൺഫ്യൂഷന്. രണ്ടുപേരും പറയാം, ഒരേ സമയം പറയാമെന്നും ഇവര് രണ്ടുപേരും അല്ല എന്നൊക്കെ ഞാൻ പിന്നീട് പഠിച്ചിട്ടുണ്ട്. കാരണം ഇതിനെ കുറച്ചുകൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോഴാണ്. ഓക്കെ, ആരാണ്? മുഹമ്മദ് ഹുസൈൻ ഹവാരിയാണ് സമീറുൽ അത്തുഫാൻ. ആരാണ് സോലിഹ് മഹമ്മൂദ് ഹവാരി? ഷായർ കുവൈറ്റി ആണോ, ഫലസ്തീനിയാണോ, സിറിയക്കാരനാണോ, ഇസ്രായേലിക്കാരനാണോ? നമ്മുടെ അടുത്ത പറഞ്ഞ മുഹമ്മദ് ഹുസൈൻ ഹവാരിയാണ്. അതാ സോലിഹ് മഹമ്മൂദ് ഹവാരി ഏത് രാജ്യക്കാരനാണ്? അദ്ദേഹം ഫലസ്തീനി രാജ്യക്കാരനാണ് സോലിഹ് മഹമ്മൂദ് ഹവാരി. ഇനി ഷെയറുൽ അത്തുഫാൽ കവിത എന്താണ്? കുട്ടിക്കവിതകളിൽ പ്രശസ്തനായ കവി ആരാണ്? മഹമ്മൂദ് ദർവേഷ്, ഗാലിബ് മെഹിനി, അഹമ്മദ് മുഹരീം, അബുൽ ഖാസിം അഷാബി. ആരാണ്? ഗാലിബ് മെഹിനിയാണ് കേട്ടോ. ആരാണ്? ഗാലിബ് മെഹിനിയാണ്. നമ്മുടെ നോട്ടിലുണ്ട് ഇതൊക്കെ. നിങ്ങൾ പഠിച്ചിട്ട് വരാം. ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു ടോപ്പിക് ഇട്ടുതരാം, അത് നിങ്ങൾ ക്ലാസ് പ്രാക്ടീസ് കേട്ടിട്ട് വരണം, അല്ലെങ്കിൽ നോട്ടെങ്കിലും നോക്കിയിട്ട് വരണം, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കത്തില്ല. ഇവിടെ വന്നിട്ട് പഠിക്കാന്ന് വെച്ചാൽ നടക്കൂല. നിങ്ങൾ പഠിച്ചിട്ട് വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് എന്താ റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി സമയമില്ല മക്കളെ. ഗാലിബ് മെഹിനിയാണ് എന്ത്? ഷിറുൽ അത്തുഫാലിന്റെ പ്രശസ്തനായ വ്യക്തി. ഈ മഹമ്മൂദ് ദർവേഷ് ഏതിലാ പ്രശസ്തനാകുന്നത്? ബഷീർ ടീച്ചറെ, ഈ മഹമ്മൂദ് ദർവേഷ് ഏതിലാ പ്രശസ്തനാകുന്നത്? എല്ലാത്തിനും സഫിയ മാത്രമേ ഉള്ളൂ പറയാൻ. സഫിയ, മഹമ്മൂദ് ദർവേഷ് ഏതിലാ പ്രശസ്തനാകുന്നത്? കവിത അല്ലേ? കവിത തന്നെ. കവിത അല്ലാന്നൊന്നും പറഞ്ഞില്ല. ഷീറുൽ മുക്കാവമ്മ കേട്ടിട്ടുണ്ടോ? ഷീറുൽ മുക്കാവമ്മ എന്ന് വെച്ചാല് റെസിസ്റ്റൻസ് കവിതകൾ എന്ന് പറയും. ധാരാവിന്ന് കേട്ടിട്ടുണ്ടോ? ധാരാവിന്ന് കേട്ടിട്ടുമുണ്ട്, കണ്ടിട്ടുമുണ്ട് അല്ലേ? തെറ്റല്ലേ? ദെൻ അടുത്തത് ഫത്ഹുൽ മുബീൻ ഫി മദ്ഹിൽ അമീൻ യൻസബു ഇലാ അൽ ബൂസൂരി, സൈനുദ്ദീൻ മഖ്ദൂം, ആയിഷത്ത് തൈമൂരിയ, ഖാദിയൽ മുഹമ്മദ്. ആയിഷ തൈമൂരിയുടെയാണ് ഫത്ഹുൽ മുബീൻ ഫി മദ്ഹി സയ്യിദുൽ അമീൻ എന്നുള്ളത്. ഇനി ഒരു ഫത്ഹുൽ മുബീൻ ഉണ്ട്, അത് ആരുടെയാണ്? സൈനുദ്ദീൻ മഖ്ദൂം. ഫത്ഹുൽ മുഈൻ ആരുടെയാണ്? യെസ്. ഫത്ഹുൽ മുബീൻ ലിസാമുരി അല്ലദി യുഹിബ്ബുൽ ഫത്ഹുൽ മുബീൻ ലിസാമുരി അല്ലദി യുഹിബ്ബുൽ മുസ്ലിമീൻ എന്നുള്ളതാണ്. ആരുടേത്? ഷെയ്ഖ് അഹമ്മദ് സൈനുദ്ദീൻ അൽ ഗസാലി, സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടേത് എന്നാണ്. ഫത്ഹുൽ മുബീൻ ലിസാമുരി അല്ലദി യുഹിബ്ബുൽ മുസ്ലിമീൻ എന്നാണ്. അൽ ഫത്ഹുൽ മുബീൻ ലിസാമുരി അല്ലദി യുഹിബ്ബുൽ മുസ്ലിമീൻ എന്നാണ്. തെറ്റായോ? എന്നാൽ ഫത്ഹുൽ മുഈൻ ആരുടെയാണ്? ഫത്ഹുൽ മുഈൻ ഫത്ഹുൽ സൈനുദ്ദീൻ മുഈനോ? മഖ്ദൂം കബീർ. ഫത്ഹുൽ മുഈൻ ബിശർഹി ഖുർറത്തുൽ ലൈൻ ആരുടെയാണ്? അത് സൈനുദ്ദീൻ മഖ്ദൂമിന്റെയാണ്. പിന്നെ ഫത്ഹുൽ മുബീൻ എന്ന് പറഞ്ഞിട്ട് ആർക്കുണ്ട്? ഖാദി മുഹമ്മദിനുണ്ട് അല്ലേ? ഫത്ഹുൽ മുബീൻ ബിശർഹുൽ അർബഈൻ. സോറി അതല്ല. സാറേ ഈ ഇടക്കിടക്ക് കൺഫ്യൂഷൻ ആയി പോവാ. അത് ഫത്ഹുൽ മുഈന്റെ ഞാൻ പറഞ്ഞല്ലോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വൈറല്ലേ, അങ്ങനെയാവില്ലേ? ഫത്ഹുൽ മുഈൻ എന്നുള്ള ആരുടെയാണ്? അത് ആരുടെയാണ്? ഈ സൈനുദ്ദീൻ മഖ്ദൂം സഗീറിന്റെ അല്ലേ? അപ്പൊ അതിലായിരുന്നു ഞാനത് മനസ്സിലാക്കാൻ പറ്റൂല.
എങ്ങനെയാണ്? ഫത്തുൽ മൊയ്യിന്റെ ഐനും സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഐനില്ലേ, അതും കൂടി യോജിപ്പിച്ചാൽ ആ മാർക്കാണ്. ആ കറക്റ്റ്. ഫത്തുൽ മുഈനും സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെതും അല്ലേ? അത് ഇമാം ഷാഫിഈ മദ്ഹബിലുള്ളതാണ്. സൈനുദ്ദീൻ മഖ്ദൂം സഗീറിന്റെയാണ് ഫത്തുൽ മുഈൻ എന്നുള്ളത് കേട്ടോ. ഫത്തുൽ മുഈൻ എന്നുള്ളത്. ഫത്തുൽ മുബീൻ ഇല്ലേ? ഫത്തുൽ മുബീൻ ഖാദി മുഹമ്മദിനുണ്ട് കേട്ടോ. ഖാദി മുഹമ്മദിന് ഫത്തുൽ മുബീൻ ഉണ്ട്. അത് ചാലിയം കൊട്ടാരല്ലേ? ചാലിയം കോട്ടയുടെ ഫതഹുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അത് ചർച്ച ചെയ്യുന്നത്. ഫത്തുൽ മുബീൻ ഖാദി മുഹമ്മദിനും ഉണ്ട് കേട്ടോ. ഖാദി ഉമറില്ലേ, അത് 2 ഓപ്ഷൻ തന്നെ മാറിക്കൂടെ? അതന്നെ. ഖാദി ഉമറിനില്ലല്ലോ. ഉമർ ഖാദിക്കുണ്ടോ ഫത്തുൽ മുബീന്? ഇല്ല, പക്ഷെ ഫത്തുൽ മൊയ്യിൻ ആലോചിച്ച് ഖാദി ഉമർ ഖാദി മുഹമ്മദ് ജയിക്കൂലേ? പക്ഷെ എപ്പോഴും ജംഷി സാറിന്റെ ഖാദി ക്ലാസ്സിൽ മുഹമ്മദാണ്. ജംഷി സാറ് ക്ലാസ്സിൽ പറയുന്നുണ്ട്, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി. ജംഷി സാർ ഇൻഷാ അല്ലാഹ് ഒരു ക്ലാസ്സിൽ എടുക്കാൻ ചാൻസ് ഉണ്ട്. ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. വഹദി മഅൽ അയ്യാം എന്ന് പറയുന്നത് ആരുടെ കവിതാ സമാഹാരമാണ്? ആയിഷ തൈമൂരിയ, നാസിഖുൽ മലായിക, ഫതുവ തൂക്കാൻ, ആയിഷ ബിന്ത് ഷാത്തൈ. മഅൽ അയ്യാം الليل والفرسان وجدتيها على إن في الدنيا وحيدا. കവിതയാണ് കേട്ടോ. ഇതെല്ലാം ആരുടെ കവിതകളാണ്? ഫതുവ തൂക്കാന്റെ കവിതാ സമാഹാരങ്ങളാണ്. വഹദി മഅൽ അയ്യാം, അല്ലൈലു വൽ ഫുർസാൻ, വജ്ദതുഹ അലാ ഖിമ്മത്തി അദ്ദുനിയ വഹീദ എന്നൊക്കെ. ഓക്കെ, അദ്ദേഹത്തിന്റെ അവരുടെ കവിതാ സമാഹാരങ്ങളാണ്. റായിദാണ്ട. അടുത്ത ചോദ്യം നോക്ക്. മനിഷായിറത്തുൽ ഇറാഖിയ, ഏത് ഇറാഖി കവിയത്രിയാണ്? അല്ലദി ഇദ്ദഅത്ത്, അവർ വാദിച്ചു, അന്നഹ, തീർച്ചയായിട്ടും അവർ, റായിദത്തു ഷിർഖ്. ചോദ്യം വന്നത് കണ്ട? ആരാണ്? നാസിഖുൽ മലായിക. ഷായറുൽ ഹുർ ആരാണ്? ഷുഅറാഇൽ ഹുർ ആരാണ്? സാമി അൽ ബാറൂദി, നാസിഖുൽ മലായിക, അബുൽ അല അൽ മുഅദ്ദി, അബു ഷാഹി. ആയിഷ തൈമൂരിയ. നാസിഖുൽ മലായിക. നാസിഖുൽ മലായികത്തി ഷായിറത്തുൻ ഇറാഖിയത്തുൻ ലഹാ മദ്കൂറൻ മസ്റഹിയ നഖദ് മഖാമാത്ത് ഖിസ്സ. ഏതിലാണുള്ളത്? ലഹാ ദൗറുൻ മദ്കൂറൻ ഫി അൽ നഖദ്. ഷലായ വറുമാദ്, ഇതാരുടെ എന്താണ്? ഒരു ദീവാന് ഷിറുൽ ഹുറാണ്. ആരാണ് രചിച്ചത്? ബദർ ഷാക്കിർ സയ്യാബ്, അബ്ദുൽ വഹാബ് അൽ ബയാത്തി, നാസിഖുൽ മലായിക, ഖലീൽ മുത്തറാൻ. ആഷിഖത്തുൽ ലൈലി ഷലായ വറമാദി ഷജറത്തുൽ ഖമരി വ അഗ്നിയത്തുൽ ഇൻസാനി. ഒക്കെ കവിതകളാണ് കേട്ടോ. ആരുടെയാണ്? നാസിഖ് മലായിക്കയുടെയാണ്. എവിടെയാണ്? നാസിഖ് മലായിക്കയാണ്. ആഷിഖത്തുൽ ലൈലി, ഷലായ വറുമാദ്, ഷജറത്തുൽ ഖമരി ഒക്കെ. ഓക്കെ. കാനത്ത് നാസിഖത്തുൽ മലായിക ഷായിറത്തുൽ ഇറാഖിയ, ഒരു ഇറാഖി കവിയത്രിയാണോ? റായിദത്ത് ഷിറുൽ ഹുറാണോ? കുവൈറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആണോ? ഇതെല്ലാം ശരിയാണോ? ഇതെല്ലാം ശരിയാണ്. കാരണം ഇവര് കുറച്ചു കാലം ഈ ഇറാഖിൽ നിന്നും എവിടെയൊക്കെ പോകുന്നുണ്ട്, കുവൈറ്റിൽ താമസിക്കുന്നുണ്ട് തങ്ങളുടെ ഭർത്താവിനോടൊപ്പം. ആ സമയത്ത് കുവൈറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാര് നാസിഖുൽ മലായിക. താജ്മഹൽ എന്ന് പറയുന്ന ഒരു നാടകമുണ്ട്. ഇദ്ദേഹം ഇന്ത്യയുടെ അംബാസഡർ ഒക്കെ ആയിരുന്നു ഈ പറയപ്പെട്ട കവി. അപ്പോ അദ്ദേഹം ഇവിടേക്ക് വരുന്ന സമയത്ത് താജ്മഹൽ സന്ദർശിക്കുകയും അതിനെപ്പറ്റി ഒരു നാടകം എഴുതുകയും ചെയ്തു. ഇത് ആരാണ്? നാടകം എന്ന് കേട്ടാൽ ഉടനെ മാറു നെക്കാച്ചിലേക്ക് പോവല്ലേ.
അറുനക്കാശ് മാത്രമൊന്നും അല്ല നാടകം എന്ന് പറയുന്നത്. യെസ്, ആരാണ്? ഉമർ അബു രീഷയാണ് അല്ലെ. കാജി വാരിദ്, സമീറാമീസ്, അതുപോലെ എന്താണ് ഈ താജ്മഹൽ തുടങ്ങിയിട്ടുള്ളതൊക്കെ നാടകങ്ങൾ ആരുടെ ഇതാണ്? ഉമർ അബു രീഷയുടെയാണ്. ഇനി ഷാഇറുൻ സൂരിയും, അദ്ദേഹം ഒരു ചെറിയ കവിയാണ്. കാന സഫീറൻ ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ അംബാസിഡർ ആയിരുന്നു. ആരാണ്? യെസ്, ഉമർ അബു രീഷ അല്ലെ. അദ്ദേഹം നംസയിലെയും ബ്രസീലിലെയും അർജന്റീനയിലെ ഒക്കെ എന്തായിരുന്നു ഈ പറയുന്ന അംബാസഡർ ജോലി വഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ചെറിയക്കാരനായ ഉമർ അബു രീഷ. ഇനി താജുൽ ബന്തക്കിയ, മെർച്ചന്റ് ഓഫ് വെനീസ് എന്ന് പറയും. ഇത് ആരുടെ നാടകമാണ്? വില്യം ഷേക്സ്പിയറിന്റെ ആണോ, തൗഫീഖുൽ ഹക്കീമിന്റെ ആണോ, മാറൂൻ നക്കാഷിന്റെ ആണോ, നജീബ് മഹ്ഫൂദിന്റെ ആണോ? താജുൽ ബന്തക്കിയ, മെർച്ചന്റ് ഓഫ് വെനീസ്. മെർച്ചന്റ് ഓഫ് വെനീസ് ഏതിന്റെയാണ്? വില്യം ഷേക്സ്പിയറിന്റെ നാടകമാണ് കേട്ടോ. റൊമാൻറ്റിക് നാടകമാണ് വില്യം ഷേക്സ്പിയറിന്റെ താജുൽ ബന്തക്കിയ എന്നുള്ളത്. ഇനി ഷാഇറത്തുൽ മർഅ, ഷാഇറുൽ മർഅ ആരാണ്? കവി, എന്താണ് സ്ത്രീ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ബാറക്കല്ലാഹു ഫീക്കും. ആരാണ്? നിസാർ കബ്ബാനിയാണ്. ഇനി ആരാണ് നിസാർ കബ്ബാനി? കവിയാണോ, നോവലിസ്റ്റ് ആണോ, പ്രാസംഗികനാണോ, നിരൂപകനാണോ? ആരാണ് ഈ നിസാർ കബ്ബാനി? കവി, നോവലിസ്റ്റ്, പ്രാസംഗികൻ, നിരൂപകൻ. എ പറയുന്നവരുണ്ട്, ഡി പറയുന്നവരുണ്ട്. ഞാൻ തൽക്കാലത്തേക്ക് എന്റെ അക്ഷരം എ ആയതുകൊണ്ട് ഞാൻ എയിലേക്ക് ഞാൻ ചേർക്കുന്നു കേട്ടോ. അദ്ദേഹം ഒരു കവിയാണ്. ആര്? നിസാർ കബ്ബാനി. അദ്ദേഹം ഏത് രാജ്യക്കാരനാണെന്നാണ് ചോദ്യം. ഇമാറാത്തിയാണോ, കുവൈറ്റിയാണോ, സിറിയക്കാരനാണോ, അതല്ല അദബുൽ മെഹ്ജറിലെ പ്രശസ്തനായ വ്യക്തിയാണോ? യെസ്, വെരി ഗുഡ്, സിറിയക്കാരനാണ്. ഇനി റായിദു, ഇദ്ദേഹത്തിന്റെ ഒരു കവിത ഉണ്ടല്ലോ, നിങ്ങൾക്കറിയോ ഇദ്ദേഹത്തിന്റെ കവിത? കാലത്തിന്റെ ഇതിനേക്കാളും മനോഹരമായിട്ട് പാട്ട് പാടാൻ അറിയാട്ടോ. ഇതിലെ മുഅല്ലഫാത്തുകളാണ് കാലത്തിന്റെ സാമിറ, നസദ്, താമിബ, അന്തലി, കസായിദ്, ഹബീബത്തി, റസ്മു ബിൽ കലിമാത്ത്. നിങ്ങൾ ഇതൊന്നും കേട്ട് ഭയപ്പെടണ്ട, 2-3 വരികൾ പഠിച്ചാൽ മതി. ഇനി നിങ്ങളെ നോട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ തപ്പിക്കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞു പോണത്. വെറുതെ നിങ്ങളുടെ ബുദ്ധി, നിങ്ങൾക്ക് ഇപ്പൊ ഭയങ്കര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൂടുതലാണല്ലോ അല്ലെ? ചാറ്റ്ജിപിടിയിലല്ല, അല്ലാണ്ട് നിങ്ങളായിട്ട് സ്വന്തമായിട്ട് കണ്ടെത്തൽ പരിപാടിയൊന്നും ഇല്ലല്ലോ കേട്ടോ. എന്തോന്ന് അല്ലെ? അടുത്തത് പാവുലോ നെറുദൽ അറബ് എന്നറിയപ്പെടുന്ന ഒരു എന്താണ് റെസിസ്റ്റൻസ് കവി ആരാണ്? ഇതിനകത്ത് ഒരു ഓപ്ഷൻ ഉണ്ട്. റാഹിദ് ഷിറുൽ മുഖാവമത്തുൽ അറബി എന്ന് പറയുന്നുണ്ട്. ആരാണ്? മഹ്മൂദ് ദർവേഷാണ്. ഈ പാവുലോ നെറുദ എന്ന് പറയുന്നത് വളരെ പ്രശസ്തനായിട്ടുള്ള എന്താണ് ഒരു ലെഫ്റ്റിസ്റ്റ് ആയിട്ടുള്ള ാണ് ഈ പറയുന്നത്. അതായത് ഇടതുപക്ഷ അനുഭാവിയാണ് ഈ പറയുന്ന പാവുലോ നെറുദ. അവരുടെയൊക്കെ ആചാര്യന്മാരിൽ പെടും പാവുലോ നെറുദയൊക്കെ. മഹ്മൂദ് ദർവേഷ് ഇന്ത്യൻ കവിയാണോ, ഇമാറാറ്റി കവിയാണോ, പലസ്തീനി കവിയാണോ, ഇറാഖി കവിയാണോ? ഈ പാവുലോ നെറുദ എന്ന് പറയുന്ന ഒരു കവിയും എന്താണ് ഒരു രാഷ്ട്രീയ ചിന്തകനും, അദ്ദേഹം ഒരു എന്താണ് പറയാ, അദ്ദേഹം ഒരു ചിലിയാണ്. അദ്ദേഹത്തിന്റെ നാട് ചിലിയാണ് കേട്ടോ, ചിലിക്കാരനാണ്.
നമുക്ക് നോക്കാം അല്ലെ. അദ്ദേഹം ഫലസ്തീനി കവിയാണ്. ആര്? ഈ പറയുന്ന പാവുലോ നെർദ എന്ന് പറഞ്ഞ വ്യക്തി. സോറി, മഹ്മൂദ് ദർവേഷ്. ഇനി കാന മഹ്മൂദ് ദർവേഷ് തുവഫിയ ഫീ സന. ഏത് വർഷമാണ് ഫലസ്തീനിലെ മഹ്മൂദ് ദർവേഷ് മരിക്കുന്നത്? അദ്ദേഹം അമേരിക്കയിലെ ഹോസ്റ്റൻഗൻ എന്ന് പറയുന്ന സ്ഥലത്ത് 2008 മരിക്കുന്നത് കേട്ടോ. വർഷം ചോദിച്ചിട്ടുണ്ട്. കാറ്റഗറി 4 അപ്പൊ അതുകൊണ്ട് ചിലരുടെയെങ്കിലൊക്കെ വർഷങ്ങൾ കൂടി പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ആരാണ് മഹ്മൂദ് ദർവേഷ്? മുഫസ്സിറാണോ, മുത്തർജിമാണോ, ഷാഇറാണോ, മുഅല്ലഖാണോ? ആരാണ്? ഒരു ഷാഇറാണ്. ആര്? മഹ്മൂദ് ദർവേഷ്. ഇനി അടുത്തത് അന്നാസുഫി ബിലാദി എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷിറുൽ ഹുറിലെ ഒരു കവിതയാണ്. ഇത് ആരുടെ കവിതാ സമാഹാരമാണ്? നാസുഫി ബിലാദി, നാസിക് മലായിക്ക, സൊലാഹ അബ്ദുൽ സബൂർ, അഡോണിസ്, മഹ്മൂദ് ദർവേഷ്. സൊലാഹ് അബ്ദുൽ സബൂറിന്റെ ആണ് കേട്ടോ. സൊലാഹ് അബ്ദുൽ സബൂർ അദ്ദേഹം ഒരു ഈജിപ്ഷ്യൻ കവിയാണ്. ആര്? സൊലാഹ് അബ്ദുൽ സബൂർ. എല്ലാവരും ആൻസർ ചെയ്യുന്ന ഞാൻ കാണുന്നില്ല. എന്താ, മടുത്തോ നിങ്ങൾക്ക്? ഇല്ല. മടുത്തോ? പിന്നെന്താ എല്ലാവരും ആൻസർ ചെയ്യാത്തത്? കൺഫ്യൂഷൻ വരട്ടെ, കുഴപ്പമില്ല. തെറ്റിയല്ലേ പഠിക്കാൻ പറ്റുള്ളൂ. ഇനി അലി അഹമ്മദ് സയ്യിദ് ഇസ്ബർ എന്നറിയപ്പെടുന്നത് ഒരു ഷായറാണ്, നാക്കിദാണ്. അദ്ദേഹത്തെ സ്വന്തം അദ്ദേഹം വിളിച്ച പേരെന്താണ്? ഷാരുൽ ഹിന്ദ് എന്നാണോ, ഷാരുൽ നെയിൽ എന്നാണോ, ഷാരുൽ ബിലാത്ത് എന്നാണോ, ഷാരു അഡോണീസ് എന്നാണോ? അലി സയ്യിദ് അഹമ്മദ് സയ്യിദ്. ഇതാണ് അഡോണീസ് എന്ന പേരിലാണ് അദ്ദേഹം വിളിക്കപ്പെട്ടത് കേട്ടോ. അഡോണീസ് എന്ന പേരിലാണ് അലി അഹമ്മദ് സയ്യിദിനെ വിളിച്ചത്. ഷായിറത്തുൽ വാദി എന്ന് അറിയപ്പെട്ടത് ആരാണ്? ഷായിറത്തുൽ വാദി എന്ന് വെച്ചാൽ താഴ്വരയുടെ കവിയത്രി എന്ന് വിളിച്ചത് ആരെയാണ്? നവാൽ സഅദാവി, നാസിഖുൽ മലായിക്ക, നവാൽ മിഹിനി, ഈമാൻ മുഹമ്മദ്. ആരാണ്? നവാൽ മിഹിനിയാണ് ഷായിറത്തുൽ വാദി എന്നുള്ളത്. ചില സമയത്ത് ഹലോ ഹലോ സാറേ പറഞ്ഞോളൂ. ചില സമയത്ത് അത് വോയിസിൽ ടൈപ്പ് പറയാൻ കാരണം ചില സമയത്ത് നിൽക്കുമ്പോ പിന്നെ എന്ത് മാറിപ്പോകും. ചിലപ്പോ ഫോൺ ആകുമ്പോ പെട്ടെന്ന് ഇത് കിട്ടുന്നില്ല. അതാണ് ഇതിപ്പോ സെറ്റ് ആയില്ലേ? കിട്ടിയല്ലോ. ഷാഇറുൻ ഫലസ്തീനിയൻ മഅറൂഫൻ ഫി മജാലിൽ മുഖാവമ. ഈ പറയുന്ന റെസിസ്റ്റൻസ് ഫീൽഡിൽ പ്രശസ്തനായ ഫലസ്തീനി കവിയാരാണ്? സാലിം ജിബ്രാൻ ആണോ, ഇബ്നു ജയ്ദൂനാണോ, അക്കാദാനോ, അഹമ്മദ് സഖി അബൂഷാദിയാണോ? ഇപ്പോൾ ചോദ്യമാണ് അല്ലെ. കാരണം ഇത് ഇബ്നു ജയ്ദൂൻ ഏത് കാലഘട്ടത്തിലെ കവിയാണ്? ഏത് കാലഘട്ടത്തിലെ കവിയാണ്? അടിപൊളി. അബ്ബാസി കാലഘട്ടമാണ്. ഞാൻ ഇല്ലാന്ന് പറയാനില്ല. പക്ഷെ കൂടുതൽ അദ്ദേഹത്തെ നമ്മൾ പഠിക്കുന്നത് എവിടെതാ? സ്പെയിനാണ്. മറന്നുപോയാ? സ്പെയിൻ. ഇബ്നു സൈദൂനെയും വല്ലാതെയൊക്കെ മറന്നുപോയ നിങ്ങൾക്ക്? എന്റെ ഇബ്നു സൈദൂനെയും വല്ലാതെയൊക്കെ ഇബ്നു സൈദൂനെ മറക്കരുത് കേട്ടോ. ഓക്കെ. അതുപോലെ അക്കാദും അബൂഷാദിയും അവ രണ്ടുപേരും ഏത് നാട്ടുകാരനാണ്? അടിപൊളി. ഇതാകണം. അക്കാദ് മുഹമ്മദ് സഖി അബൂഷാദി ഇവിടെ ഏത് നാട്ടുകാരനാണ്? മറന്നുപോയാ? ഈവാനും അപ്പോളൊക്കെ എവിടെ സ്ഥാപിച്ചത്? മിസ്ർ. അമേരിക്ക. സാലിം ജിബ്രാൻ എവിടെ? അമേരിക്ക. അല്ലാഹുവേ സാറേ, അത് റാബിത്തത്തുൽ കലമിയ. അമേരിക്കയില് റാബിത്തത്ത് കലമിയാണ്. ബ്രസീലിലെ അസ്ബത്തുൽ അന്തുലിസിയാണ്. ഇനി അപ്പോളോയും ദീവാനും വരുന്ന എവിടെയാണ്? ഈജിപ്തിലാണ്. നല്ല തല്ലിട്ടോ. എന്നാൽ മുക്കാമ എന്ന് പറഞ്ഞാൽ എവിടെയാണ് വരുന്നത്? അത് ഫലസ്തീനിലാണ്. അത് സാലിം ജിബ്രാനാണ്. ആരാണ്? സാലിം ജിബ്രാനാണ്. ഷിഹാബ് ഖാനിം കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം പ്രശസ്തനായ ഒരു കവിയാണ്. അദ്ദേഹം സൗദിക്കാരനാണോ, ഈജിപ്തുകാരനാണോ,
അതല്ല കുവൈറ്റിക്കാരനാണോ ഇമാറാത്തി കവിയാണോ എന്നാണ് ചോദ്യം. ചില ആൾക്കാർക്ക് സൗദിക്കാരനായിട്ടൊക്കെ തോന്നും. കാരണം നിങ്ങളുടെയൊക്കെ ഹസ്ബൻഡും അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ വാപ്പായും ഒക്കെ എവിടെ ആയിരിക്കും? ഈ പറയണ സൗദിയിലായിരിക്കും. ചില ആൾക്കാരൊക്കെ എവിടേക്ക് പോകും? ദുബായിൽ പോകും. പക്ഷെ എന്ത് ചെയ്യാം, ശിഹാബുമായും ദുബായ്ക്കാരനായി പോയിട്ടാ. പക്ഷെ അദ്ദേഹം ഒരുപാട് മലയാള ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്, ഈ ശിഹാബുമാനി കേട്ടോ. എല്ലാരെയും ഇങ്ങോട്ട് സൗദിയിലുള്ള ആൾക്കാരൊക്കെ പിടിച്ച് എവിടേക്ക് വിടും? നേരെ ദുബായിലേക്ക് വിട്ടോ കേട്ടോ. കുറച്ചു കാലത്തേക്ക് കേട്ടത്തി കഴിഞ്ഞിട്ട് അവർ എന്ത് ചെയ്താൽ മതി, സൗദിയിലേക്ക് തിരിച്ചു വരാൻ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ മറന്നുപോകുമല്ലോ. അതുകൊണ്ടാണ് വിസിറ്റിംഗ് വിസ എടുത്ത് കയറ്റി വിട്ടാലും മതി, കുഴപ്പമില്ല. അപ്പോ ഇന്നത്തേക്ക് ഇത്രയും മതിയോ? എന്താ അവസ്ഥ? വേറെ നിറഞ്ഞോ? മതിയെങ്കിൽ മതി, അല്ലെങ്കിൽ തുടരാലോ അല്ലെ? അപ്പൊ ഇന്ന് തന്നെ ഇത് കംപ്ലീറ്റ് ആക്കാം അല്ലെ? 11 മണിയായാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. ഓക്കെ, എന്നാ എനിക്ക് ഒരു പ്രശ്നമില്ല. അപ്പൊ നോക്കാം, നമുക്ക് അടുത്തത് നോക്കാം. ഇനി നമ്മൾ ഗദ്യ സാഹിത്യത്തിലേക്ക് വരുമ്പോൾ മക്കാല വരുന്നുണ്ട്, ഷോർട്ട് സ്റ്റോറീസ് വരുന്നുണ്ട്, നോവൽ വരുന്നുണ്ട്, നാടകം വരുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു പ്രധാനപ്പെട്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാണ് കേട്ടോ. അത് അഹമി അവാമിലി നെഹലത്തുൽ അദബുൽ ഹദീസ്, ആധുനിക ഗദ്യ സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട നവോത്ഥാനത്തിന്റെ പ്രവർത്തനം ഏതാണ്? ഇഖ്തിലാലുൽ അജ്നബി, വൈദേശികമായിട്ടുള്ള അധിനിവേശങ്ങളാണോ, യുദ്ധങ്ങളാണോ, പഠനമാണോ, മുക്കാവമ റെസിസ്റ്റൻസ് ആണോ? അയിലീം അല്ലെ, വൈദേശിക പഠന സംഘങ്ങളെയൊക്കെ അയച്ചതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഏത് വർഷമാണ് അധിനിവേശം നടത്തിയത്? 1321 1213 1312 1312 ഫ്രഞ്ച് അധിനിവേശം ഇതിൽ സംഭവിക്കുന്നത്? ഇത് അഹമ്മദ് ഹസൻ സയ്യാത്തിലെ നിന്നും ചോദിച്ചതാണ്. 1213 കേട്ടോ. 1213 ഹിജ്റ, അഥവാ 1898. ഇനി മിൻ അവാമിലി നഹലത്തുൽ അദബിൽ അറബി അൽ ഹദീസ്, ഇനി ആധുനിക അറബി സാഹിത്യത്തിന്റെ നവോത്ഥാനത്തിന്റെ എലമെന്റിൽ പെട്ടത് എന്താണ്? ഹർക്കാത്തുൻ തബ്ശീരിയ. ഹർക്കാത്തുൻ തബ്ശീരിയ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ മറ്റേ ഇതുണ്ടല്ലോ, ഈ എന്താണ്, മറ്റേ ക്രൈസ്തവ പുരോഹിത സംഘങ്ങളുണ്ടല്ലോ, എന്തോ പറയും, മിഷനറി സംഘങ്ങളില്ലേ, മിഷനറി സംഘങ്ങൾ, അതാണ് ഹർക്കാത്തുൻ തബ്ശീരിയ എന്ന് വെച്ചാൽ. ഇഖ്തിലാൽ അജ്നബി എന്ന് വെച്ചാൽ വൈദേശിക അധിനിവേശം. തൗറാത്തുൻ സിയാസ എന്ന് വെച്ചാൽ എന്താണ്? പൊളിറ്റിക്കൽ കലാപങ്ങൾ. സിഹാഫ ജേർണലിസം. ഒബ്വിയസ്ലി സിഹാഫയാണ് ആൻസർ ആയിട്ട് വരാം. അവ്വൽ ജരീദ ഫിൽ ആലമിൽ അറബി, അറബ് ലോകത്തെ ആദ്യത്തെ പത്രം ഏതാണ്? അൽ അഹ്റാം, അൽ വത്തൻ, അൽ വഖാഇഉൽ മിസ്രിയ, അൽ മനാർ. അൽ മനാർ ആരുടെ പത്രമാണ്? അൽ മനാർ സയ്യിദ് കുത്തുബ്. അൽ മനാറോ? റഷീദ് റിളയുടെയാണ്. സയ്യിദ് കുത്തുബിന്റെ ഏതായിരുന്നു? സയ്യിദ് കുത്തുബിനുണ്ടോ? അൽ മനാർ റഷീദ് റിളയുടെയാണ്. അത് ജരീദയാണ്. പത്രമാണോ? ഹേയ്, പത്രമൊന്നും അല്ല അത്. സയ്യിദ് കുത്തുബിന്റെ പത്രമില്ല. ഓക്കെ, അൽ മനാർ റഷീദ് റിളയാണ്. അഹ്റാം ആരുടെയാണെന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. പിന്നെ വഖാഇൽ മിസ്രിയാണ് അല്ലേ ആദ്യത്തെ പത്രം എന്ന് പറയുന്നത്. മത്ബഅത്ത് ബോളാഖ് എന്ന് പറയുന്ന ഒരു എന്തുണ്ട്, പ്രസ് ഉണ്ട്. അതായത് നമ്മുടെ ഇതിനുണ്ടല്ലോ, ഏതിനു വേണ്ടി, നമ്മുടെ പ്രിന്റിംഗ് പ്രസ്സാണ്. അത് ആരാണ് സ്ഥാപിച്ചതെന്നാണ്? നെപ്പോളിയൻ ബോണപ്പാർട്ടാണോ, മുഹമ്മദ് അലി ബാഷയാണോ, ഹുദൈബി അബ്ബാസ് ആണോ, ജമാൽ അബ്ദുൽ നാസർ ആണോ? മുഹമ്മദ് അലി ബാഷയാണ്. മസത്തുൽ അൽസിൻ സ്ഥാപിക്കുന്നത് ആരുടെ നേതൃത്വത്തിലാണ്? റിഫാഅത്ത് തഖ്താവി, അബ്ദുറഹ്മാൻ ഷുക്കിരി, അഹമ്മദ് സക്കി അബു ഷാദി, അഹമ്മദ് ഷൗക്കി. റിഫാഅത്ത് തഖ്താവിയുടെ നേതൃത്വത്തിലാണ് എന്ത്, ഈ ട്രാൻസ്ലേഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്കൂളായിരുന്നു മസത്തുൽ അൽസിൻ. അൽസിൻ എന്ന് പറയുന്ന സ്കൂൾ അത് ആരുടെ നേതൃത്വത്തിലാണ്? റിഫാഅത്ത് തഖ്താവിയുടെ നേതൃത്വത്തിലാണ്. ഫീ ദിലാലുൽ ഖുർആൻ എന്നുള്ളത് ആരുടെ ഗ്രന്ഥമാണ്? ഫീ ദിലാലുൽ ഖുർആൻ, ഷുറാവി, റഷീദ് റിള, സയ്യിദ് കുത്തുബ്, മുഹമ്മദ് അബ്ദ. യെസ്, സയ്യിദ് കുത്തുബിന്റെ ആണ് ഫീ ദിലാലുൽ ഖുർആൻ. ഹദീസ് ഈസ ബിൻ ഹിഷാം നമ്മൾ പറഞ്ഞില്ലേ, അത് മക്കാമത്തുൻ ഹദീസ, ഒരു ആധുനിക കാലഘട്ടത്തിലുള്ള മക്കാമയാണ്. അത് ആര് രചിച്ചതാണ്? ഞാൻ ഇത് പഠിപ്പിച്ചതാണ്, എന്നിട്ട് എന്നെ കൊണ്ട് വീണ്ടും പറയിപ്പിച്ചേക്കുന്നു.
യെസ്, മുഹമ്മദ് അൽ മുവൈലഹിയാണ്. തഹ്തറായത്തുൽ ഖുർആൻ ഇതാരുടെ ഗ്രന്ഥമാണ്? പെട്ടെന്ന് ആൻസർ ചെയ്തോ. ടപ്പൻ ആൻസർ വരട്ടെ. യെസ്, മുസ്തഫ സ്വാദിഖ് റാഫി താഹുസൈന് നിരൂപണം രചിച്ചൊരു ഗ്രന്ഥമാണ് തഹ്തറായത്തുൽ ഖുർആൻ എന്ന നിരൂപണ ഗ്രന്ഥമാണ് കേട്ടോ. മുസ്തഫ സ്വാദിഖ് റാഫി താഹുസൈന്റെ ഒരു ഗ്രന്ഥത്തിന് നിരൂപണമായിക്കൊണ്ട് എഴുതിയതാണ്. ഇനി മുഹമ്മദ് അബ്ദയും ജമാലുദ്ദീൻ അഫ്ഗാനിയും കൂടെ ചേർന്നുകൊണ്ട് പാരീസിൽ സ്ഥാപിച്ച പത്രത്തിന്റെ പേരെന്താണ്? വക്കായിൽ മിസ്രിയ, അഹ്റാം, വാദി എന്നയിൽ, ഉർവത്തുൽ ഉസ്ക. യെസ്, മാഷാ അല്ലാ, നിങ്ങളൊക്കെ നന്നായി കേട്ടോ. ട്രീറ്റ് വേണേ, നിങ്ങൾ നന്നായതിന്റെ ട്രീറ്റ് എനിക്കറിഞ്ഞ കേട്ടോ. ശരി, ഫിഖ്ഹു സക്കാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ റൈറ്റർ ആരാണ്? യൂസുഫ് ഇദ്രീസ്, അക്കാദ്, റഷീദ് ലിള്ള, യൂസുഫുൽ കർലാവി. പെട്ടെന്ന് വരട്ടെ. അവസാനമായിട്ട് മരണപ്പെട്ട, അല്ലെങ്കിൽ ഇവരിൽ ഏറ്റവും അവസാനം മരണപ്പെട്ട വളരെ പ്രശസ്തനായ ഒരു ഇസ്ലാമിക പണ്ഡിതനാണ് അദ്ദേഹം. യൂസുഫുൽ കർലാവി എന്നാണ് പേര് കേട്ടോ. യൂസുഫുൽ കർലാവിയുടെയാണ് ഫിഖ്ഹു സക്കാത്ത്. അദ്ദേഹം ആലിമുൻ മഷ്ഹൂർ, പ്രശസ്ത പണ്ഡിതനാണ്. ഇസ്തൗതന ദൗലത്ത് ഖത്തർ, അദ്ദേഹം ഖത്തറിൽ സ്ഥിര താമസമാക്കി. ആരാണ് ഈ വ്യക്തി? ജമാലുദ്ദീൻ അൽ അഫ്ഗാനി, മുഹമ്മദ് അബ്ദ, റഷീദ് ലിള്ള, യൂസുഫുൽ കർലാവി. ഇത് ആരെപ്പറ്റി പറഞ്ഞതാണ്? യൂസുഫുൽ കർലാവിയെ പറ്റി പറയണം. നൂറുൽ യഖീൻ എന്ന് പറയുന്നത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹദരിയുടെ ഒരു ഗ്രന്ഥമാണ്. അത് ഏത് വിഷയത്തിലുള്ളതാണ്? ഫിഖ്ഹിലെ ഗ്രന്ഥമാണോ, തസവ്വുഫിലെയാണോ, ഹദീസിലെയാണോ, സീറയിലെയാണോ? നൂറുൽ യഖീൻ ഷെയ്ഖ് മുഹമ്മദ് അൽ ഹദരി. ഏതിലെയാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം മുതൽ മരണം വഫാത്ത് വരെയുള്ള ചരിത്രം പറയുന്ന സീറത്തുൻ നബവിയിലുള്ള ഗ്രന്ഥമാണ് എന്ത്? നൂറുൽ യഖീൻ എന്നുള്ളത്. സഫിയ, അന്ന് എന്നോട് ചോദിച്ചില്ലേ സീറത്തുൻ നബവിയിൽ ഏതെങ്കിലും ഗ്രന്ഥം ഉണ്ടോന്ന്? ചോദിച്ചിരുന്നില്ലേ? കേരളത്തിൽ നിന്നുള്ള തന്നെ വേണമായിരുന്നോ? എന്തായാലും സാരമില്ല, സമയം കിട്ടുമ്പോ നൂറുൽ യഖീൻ ഒന്ന് വായിച്ചു നോക്കട്ടാ. ഇപ്പൊ കുറെ സമയം കിട്ടുമല്ലോ, ആ സമയത്ത് എന്ത് ചെയ്യാ, നൂറുൽ യഖീൻ ഒന്ന് വായിച്ചു നോക്കേ. ഇൻഷാ അല്ലാഹ്, എന്താ ബർക്കത്തെ ആട്ടെ, ആമീൻ. ഇനി അബ്റാബ് ദിക്റ എന്ന് പറയുന്ന സുലൈമാൻ ബുസ്താനിയുടെ ഗ്രന്ഥാണ്. അത് എന്തിലെ വിഷയമാണ്? പൊളിറ്റിക്സ് ആണോ, ഇക്തിസാദാണോ, അത് നസീഹ, തർബിയത്താണ്? കുറെ സമയമുണ്ട്, ഉറങ്ങുമ്പോഴെന്ന് മാത്രം അല്ലെ. 12 മണിക്ക് ഇറങ്ങാൻ 4 മണിക്ക് എണീക്കുക, 4 മണിക്കൂർ തന്നെയാണ് ഭയങ്കര സമയം അല്ലെ. ശരി, വേറെയുള്ളതാണ് പൊളിറ്റിക്സ് ഗ്രന്ഥാണ് കേട്ടോ. സുലൈമാൻ ബുസ്താനിയുടെ അബ്റാബ് ദിക്റ എന്നുള്ള ഗ്രന്ഥം പൊളിറ്റിക്സ് ആണ്. അത് വിഷയം അങ്ങനെ തന്നെ പഠിക്കുക, വേറെ ഒരു കുടുക്കുവരിയൊന്നുമില്ല. അബ്റാബ് ദിക്റ എന്ന് പറയുന്ന ഗ്രന്ഥം കണ്ടു കഴിഞ്ഞാൽ പൊളിറ്റിക്സിലെ ഗ്രന്ഥാണെന്ന് മനസ്സിലാക്കാം. സുലൈമാൻ ബുസ്താനിയുടെ പൊളിറ്റിക്സിലെ ഗ്രന്ഥമാണെന്ന് മനസ്സിലാക്കാം. ഇനി സിൽസിലത്തിൽ അഹാദീസ് സ്വഹീഹ വ സിൽസിലത്തിൽ അഹാദീസ് ളഈഫ എന്ന ഗ്രന്ഥം രചിച്ച മിനൽ മുഹദ്ദിസുൽ മആസിർ, എന്താണ് ആധുനിക കാലഘട്ടത്തിലെ ഹദീസ് പണ്ഡിതനാരാണ്? ഹംസത്തുൽ മലൈബാരി, ഇബ്നുൽ ഉത്തൈമീൻ, മുഹമ്മദ് അൻ നാസിറുദ്ദീൻ അൽ അൽബാനി, മഫ്തൂഹ് വ മുഗ്ലിഖ്. മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനിയുടെയാണ്. ഇനി അവൽ ഇംറഅത്തുൻ തുഹാദിറു ഫി ജാമിഅത്തുൽ അസ്ഹർ ബിൽ ഖാഹിറ, കൈറോയിലെ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ട് എന്ത് നടത്തിയ, മുഹാദറ നടത്തിയ ആദ്യ അറബ് വനിത ആരാണ്? അമൽ സുലൈമാൻ ഇബ്രാഹിം ആണോ, സൽവ അബു മദിയൻ ആണോ, നാസിക് അൽ മലായിക്കയാണോ, ആയിഷത്തു ബിന്തു ഷാത്തിഇയാണ്? ആയിഷ ബിന്തു ഷാത്തിഇയാണ്. തഫ്സീറുൽ മനാർ എന്ന ഗ്രന്ഥത്തിന്റെ റൈറ്റർ ആരാണ്? സയ്യിദ് കുത്തുബ്, സയ്യിദ് റഷീദ് ടില, ഇബ്നു കസീർ, ജലാലുദ്ദീൻ അസ്സയൂത്തി. തഫ്സീറുൽ മനാർ, അൽ മനാർ ബി റഷീദ് ടില. യെസ്,
അൽ മനാറുല്ലി റഷീദുൽ റിള. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി, പിന്നെ മറക്കൂല. അൽ മനാറുല്ലി റഷീദുൽ റിള. ഓക്കെ, ഇങ്ങനെ പഠിച്ചു വെച്ചപ്പോ ഒരു പ്രശ്നമുണ്ട്. എന്താ അറിയോ, ഈ മിക്കവരും മനാറ് എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും പേരിടാറുണ്ട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് എപ്പോഴും ഓർമ്മ റഷീദ് റിള റഷീദ് റിള റഷീദ് റിള. എവിടെ മനാറ് കണ്ടാലും എന്റെ മനസ്സിൽ വരുന്നത് റഷീദ് റിളയാണ്. കാരണം എന്താ, ഒരു അറബി സാറായി പോയില്ലേ, ഓർക്കണ്ടേ, ഇതേ വേണ്ടേ? ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയോ, പരീക്ഷയ്ക്ക് വരുമ്പോ മറന്നു. ഒന്നാതെ എനിക്ക് അരുണയുടെ ബുദ്ധിയാണ്, ഞാൻ ഓർത്തില്ലെങ്കിൽ ഞാൻ മറന്നു. ഇനി അടുത്ത തവക്കുൽ അബ്ദുസലാം കർമാൻ. അദ്ദേഹത്തിന്റെ ഇവരുടെ ജിൻസിയത്ത് എന്താണ്? നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട് പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് തവക്കുൽ അബ്ദുസലാം കർമാൻ. ഇപ്പോഴും ഉണ്ട്. ഏത് നാട്ടുകാരിയാണ്? സൗദിക്കാരിയാണോ, ഫലസ്തീനിയാണോ, മിസ്രിയത്താണോ, യമാനിയത്താണോ? യമനിക്കാരിയാണ്. മാഷാ അല്ലാഹ്, മബ്റൂക്ക്. ഇനി അസ്സുന്ന വ മക്കാനത്തിഹാ ഫി തശ്രീഉൽ ഇസ്ലാമി കിതാബുൻ മഷ്ഹൂറുൻ ഫിൽ മുദാഫഅത്തി അനിസ്സുന്ന. അതായത് സുന്നത്തിനെതിരായ സുന്നത്തിനെതിരായ വാദങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ് സുന്ന വ മക്കാനത്തിഹാ ഫി തശ്രീഉൽ ഇസ്ലാമി എന്നുള്ളത്. അതിന്റെ റൈറ്റർ ആരാണ്? നാസറുദ്ദീൻ അൽബാനിയാണോ, അബു അംർ ബിൻ ഇസ്ലാഹ് ആണോ, ഡോക്ടർ മുഹമ്മദ് തുഹാൻ ആണോ, ഡോക്ടർ മുസ്തഫ ഹസനി അസ്സുബായി ആണോ? സുബായിയുടേതാണ് സുന്ന വ മക്കാനത്തിഹാ ഫി തശ്രീഉ അൽ ഇസ്ലാമി എന്ന ഗ്രന്ഥം. ഓക്കെ, ഇനി ഒർണാത്ത എന്ന് പറയുന്നത് ആരുടെ ഗ്രന്ഥമാണ്? വാദത്തു സമ്മാൻ, നവാൽ അസ്സഅദാവി, ലൈല ഉസ്മാൻ, റിദ്വ ആഷൂർ. ഒർണാത്ത എന്നുള്ളത് ആരുടേതാണ്? പെട്ടെന്ന് ആൻസർ ചെയ്തോ. യെസ്, റിദ്വ ആഷൂറിന്റെ ആണ് കേട്ടോ. എയുമല്ല, ബിയുമല്ല, സിയുമല്ല, ഡി ആണ്. ഓക്കെ അല്ലേ? റിദ്വ ആഷൂറിന്റെ ആണ് ഒർണാത്ത. ബാക്കിയുള്ള 17 ആൾക്കാർ എന്താ നോക്കിക്കൊണ്ടിരിക്കാണ്? ആകെ 3 പേരാണ് ആൻസർ ചെയ്തത്. ബാക്കിയുള്ളവരെവിടെ? അതിനകത്തും അറിയൂല. ഇവിടെ ഫായിസിൽ ഉണ്ടായിരുന്നാ? സുഖാണോ? ഞാൻ ഹയാത്തിലുണ്ട്, അൽഹംദുലില്ലാ. ഹയാത്തിലുണ്ടല്ലേ? മനാമിലായില്ലല്ലോ അല്ലേ? എന്താ സർ? മനാമില അല്ല, നൗമിലായില്ലല്ലോ. അല്ല, മനാമിലല്ല, ഞാൻ ഹയാത്തിലുണ്ടല്ലോ. ശ്രദ്ധിക്കാണ്. അല്ലല്ല, ശ്രദ്ധിക്കാണ്. ആ, ഇസ്തിമായിലാണോ ഇസ്തിമായിലാണോ? ഇസ്തിമാണ്. മാഷാ അല്ലാ, ബാറക്കല്ലാ. അല്ലാതെ ഇൻസാത്തിലല്ലോ അല്ലേ? അല്ലല്ല, ഇസ്തിമാണ്. ഞാൻ ഇന്ന് പെഡഗോജി പഠിച്ചു. പെട്ട് ഇൻസാത്ത് ഇസ്തിമാ തമ്മിൽ വ്യത്യാസം എന്താ? നല്ല ശ്രദ്ധയോടെ കേൾക്കുന്നു. അപ്പൊ ഇൻസാത്താണോ ഏറ്റവും ബെറ്റർ, ഇസ്തിമാണോ ഏറ്റവും ബെറ്റർ? ഇൻസാത്താണ്. പൈസ പെട്ട്. കുഴപ്പമില്ല, ഞാൻ കേക്കുണ്ട് ഏതായാലും. ഓക്കെ ഇൻഷാ അല്ലാഹ്. ഇബ്രാഹിം നസ്റുള്ള എന്നുള്ളത് അദീബുൻ ഫിലസ്തീനിയൻ, അദീബുൻ ഉറുദുനിയൻ, അദീബുൻ മിസ്രിയൻ, അദീബുൻ ഫലസ്തീനിയൻ വ ഉറുദുനിയൻ. ഫലസ്തീനിക്കാരനാണ്, ജോർദാൻകാരനാണ്, ഈജിപ്തുകാരനാണ്. പക്ഷേ ജോർദാൻകാരനും ഫലസ്തീനിക്കാരനും കൂടിയാണ് ഇബ്രാഹിം നസ്റുള്ള. നമ്മളിതൊക്കെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഓർക്കണത്. ഒന്നും കൂടി ഒന്ന് ആൻസർ ഒന്ന് ചിന്തിച്ചു നോക്ക്. വഹുവ ഫലസ്തീനിയൻ വ ഉറുദുനി എന്നാണ് കേട്ടോ. ഫലസ്തീനിക്കാരനും കൂടിയാണ് ആര്? ഈ പറയണ ഇബ്രാഹിം നസ്റുള്ള. അതേപോലെ തന്നെ ജോർദൻകാരനാണ്. സൈനബ് എന്ന് പറയുന്നത് ആരുടെ നോവലാണ്? സൈനബ് യെസ്, മുഹമ്മദ് ഹുസൈൻ ഹൈക്കലിന്റെയാണ് സൈനബ് ഫി മനാഖിലിൽ ഖിലാഖി റീഫിയ എന്നാണ്. ഉർഫത്തുൽ അഹ്സാൻ, ഇത് ഒരുപാട് വട്ടം ചോദിക്കുന്ന ഒരു പുസ്തകമാണ് കേട്ടോ. ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഉർഫത്തുൽ അഹ്സാൻ ഇത് ആരുടെ രചനയാണ്? ഉർഫത്തുൽ അഹ്സാൻ എന്ന കഥ. യെസ്, പെട്ടെന്ന് ആൻസർ വരട്ടെ.
മുസ്തഫ ലുത്ഫി അൽ മൻഫലൂത്തിയാണ് ഉർഫത്തുൽ അഹ്സാൻ. ഇനി അടുത്തത് ഖാസി അബ്ദുറഹ്മാൻ അൽ ഖുസൈബി എന്ന് പ്രശസ്തനായ ഒരു റൈറ്റർ ഉണ്ട്, ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ ജിൻസിയത്ത് ഏതാണ്? സൗദിയാണോ, ഇറാഖിയാണോ, മിസ്രിയാണോ, ലബനാനാണോ? ഖാസി അബ്ദുറഹ്മാൻ അൽ ഖുസൈബി ഭയങ്കര എക്കണോമിസ്റ്റ് ഒക്കെയാണ് ആള്. സൗദിക്കാരനാണ് ആര്? എക്കണോമിസ്റ്റുകാരനായിട്ടുള്ള ആര്? ഖാസി അബ്ദുറഹ്മാൻ അൽ ഖുസൈബി. ഓക്കെ അല്ലേ? ഇതേ മറക്കാൻ പറ്റാത്ത ഒരാളാണ്. എന്ത് പറ്റി സഫിയ? എന്തേലും പണി കിട്ടിയോ? ഒന്നും കേൾക്കുന്നില്ല, അതുകൊണ്ട് സൈലന്റ് ആക്കിക്കോ. എനിക്കൊന്നും കേൾക്കുന്നില്ല. എന്താ നല്ല പണിയൊക്കെ അജിനി സാർ കൊടുത്തു മനസ്സിലായി. ഞാന് ഡിഗ്രിക്ക് പ്രൊജക്ട് ചെയ്തിരുന്നത് മുസാഹമത്ത് ദക്തുർ വാസർ ഖസീബി ഫിൽ അദബിൽ അറബി അൽ ഹദീസ് ആയിരുന്നു. ഓ, എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് ബഹസുകൾ അവൈലബിൾ ആണ്. ഒരുപാട് ബഹസുകൾ അവൈലബിൾ ആണ്. പക്ഷെ നിങ്ങൾക്ക് കിട്ടൂല, നിങ്ങളെ നോക്കിയിട്ടുണ്ടാവില്ല, അതാണ് പ്രശ്നം. അതല്ല, എനിക്ക് കോൺട്രിബ്യൂഷൻസ് മീൻസ് ഞാൻ അയാളെ കിതാബുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ, കൂടുതലും നോക്കിയിട്ടില്ല. ഈ ഡിഗ്രിക്കല്ലേ, അതിന്റെ ആവശ്യം അത്ര വന്നില്ല. ഇനി റായിദുൽ ഖിസ്സ ഖസീറ ഫിൽ അദബുൽ അറബി ആരാണ്? മുസാമി അൽ ബാറൂദി, മുഹമ്മദ് അൽ ഹവാരി, മഹ്മൂദ് തൈമൂർ, മുസ്തഫ ലത്തീഫുൽ മൻഫലൂത്തി. ആരാണ്? മഹ്മൂദ് തൈമൂർ ആണല്ലേ റായിദുൽ ഖിസ്സ ഖസീറ എന്ന് പറയുന്നത് അല്ലേ? മാഷാഅല്ലാഹ്. കത്തബ ജുർജി സെയ്ദാൻ അക്സർ മിൻ 20, 20ഓളം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ആര്? ജോർജി സെയ്ദാൻ. അതേ നോവലുകളാണ് എഴുതിയിട്ടുള്ളത്, കൂടുതൽ നോവലുകൾ. പക്ഷെ ചരിത്ര നോവലുകളാണോ? ഈ ദിഹിനിയ എന്ന സാധനം ഉണ്ട്, നമ്മുടെ മസ്റഹിയ ദിഹിനിയ എന്നൊക്കെ പറയുന്നത് റിവായ ദിഹിനിയയാണോ? ബുദ്ധിയുള്ളവരെ കുറിച്ച് ചിന്തിക്കാവുന്ന സാധനം കേട്ടോ. റിവായത്ത് നിജിത്യമായ സാമൂഹിക നോവലുകളാണോ? റിവായത്തും തഹ്ലീൽ അനലിറ്റിക്കൽ നോവലുകളാണോ? ഫത്താത്ത് ഖുസ്സാൻ, ഫദാത്ത് കർബല, ഒദറാ ഖുറൈഷ്, അർമാനുസിയത്തിൽ മിസ്സിലിയ. പിന്നെയുണ്ട് ഒരു 20ഓളം ഉണ്ട് അങ്ങനെ. അത് ആരുടേതാണെന്നുള്ളത് ആരുടെയാണ്? റിവായത്തും താരിഖിയാണ്, ചരിത്ര നോവലുകളാണ്. ഖുസ്സാൻ എന്ന് പറയുന്ന യുവതിയെ പറ്റി ഈജിപ്തിൽ അർമാനുസ് ഒക്കെ എഴുതിയ കഥ. ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് കവിത പഠിക്കല്. നിങ്ങൾ ഈ പുസ്തകത്തിന്റെ പേര് പറഞ്ഞ് പഠിക്കരുത് ഒരിക്കലും. പകരം എന്താക്കുക, ഒരു കഥ ഉണ്ടാക്കുക, കവിത ഉണ്ടാക്കുക, പാട്ട്, അങ്ങനെയൊക്കെ പഠിക്കുക കേട്ടോ, എങ്കിലേ ഓർമ്മ നിൽക്കുള്ളൂ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്, എനിക്ക് ഭയങ്കര ലോ ബുദ്ധിയാണ്, ഞാൻ അരണയുടെ ബുദ്ധിയുള്ള ആളാണ്. അപ്പൊ എനിക്ക് എന്താണ്, പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഏറ്റവും പ്രിയം എനിക്ക് പാട്ടാണ്. അപ്പൊ ഞാൻ പാട്ട് പാടി പഠിക്കും, അപ്പൊ എനിക്ക് ഓർമ്മിക്കും. അതാണ് ഏത് രാത്രി വെച്ചാലും എനിക്ക് ആരുടെ, നമ്മുടെ ഇദ്ദേഹത്തിന്റെ പുസ്തകം ഉണ്ടല്ലോ, അബ്ദുല്ലാഹി ലസ്നിയുടെ, ഏത് പാതിരാത്രി എവിടെ നിന്ന് വെച്ചാലും ഞാൻ പറയും. കാരണം എനിക്ക് നല്ലൊരു പാട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പാട്ട് എനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, വേറെ ആർക്കും മനസ്സിലാവൂല. ഉള്ള അക്ഷരങ്ങളാണ്, നിങ്ങൾക്ക് ആർക്കും അത് വായിച്ചാൽ പറഞ്ഞാൽ മനസ്സിലാവലും ആവൂല. അങ്ങനെ എന്താ സാധനം പോലും നിങ്ങൾക്ക് അറിഞ്ഞൂടാ. മതി, എനിക്ക് മാത്രം മനസ്സിലായാൽ മതി, അത് മതി. ഞാൻ വേറെ മറ്റുള്ളവർക്ക് മനസ്സിലാവണേ. ഓക്കെ. മിനർ റുവായി അല്ലദി ഹാസ ജായിസത്ത് നോബൽ ഫിൽ അദബ്, അറബി സാഹിത്യത്തില് നോബൽ പ്രൈസ് ലഭിച്ച എന്താണ് നോവലിസ്റ്റ് ആരാണ്? എന്ത് സിമ്പിൾ ചോദ്യം അല്ലേ? നജീബ് മഹ്ഫൂദ് അല്ലെ? ഔലാദ് ഹാറത്തിന എന്ന് പറയുന്നത് നജീബ് മഹ്ഫൂദിനൊക്കെ എന്താണ്? അത് ഷോർട്ട് സ്റ്റോറി ആണോ, അതല്ല സീറാദാത്തയാണോ, ഓട്ടോബയോഗ്രഫി ആണോ, നാടകമാണോ, നോവലാണോ? ഔലാദ് ഹാറത്തിന ഷംനാ സാറൊക്കെ അത് തർജ്ജമ ചെയ്തിട്ടുള്ള സാധനമാണ്. ഔലാദ് ഹാറത്തിന ഒരു നോവലാണ് കേട്ടോ. ഇദ്ദേഹത്തിന്റെ ഈ നോവൽ എഴുതിയതിന്റെ പേര് ഇദ്ദേഹത്തിനെതിരെ വധഭീഷണിയൊക്കെ വന്നിട്ടുണ്ട്. ഔലാദ് ഹാറത്തിനെതിരെ കൊല്ലാനൊക്കെ നോക്കി. കാരണം ഇസ്ലാമിക ബിംബങ്ങളെയൊക്കെ ഇദ്ദേഹം ഇതിന്റെ അകത്ത് വിമർശിക്കുന്നുണ്ട്. സൈനബ് ആരുടെ നമ്മൾ പറഞ്ഞല്ലോ, ആരുടെയാണ്? മുഹമ്മദ് ഹുസൈൻ ഐക്കന്റെയാണ്. കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. സൈനബ് ഹുവ കിതാബുൻ മഷ്ഹൂർ. ഞാനിത് കഴിഞ്ഞ തവണ ചുമ്മാതെ ഇട്ടൊരു ചോദ്യമാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്തു,
സൈനബ് എന്ന് പറഞ്ഞ കിതാബുല്ലി എന്ന് പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ചോദ്യം വന്നത് കണ്ടോ മുമ്പ്? കണ്ടോ? അതുകൊണ്ട് നന്നായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചു പോണേ. മൗസിമുൽ ഹിജറ ഇല ഷിമാൽ എന്ന് പറയുന്നത് ആരുടെ നോവലാണ്? നജീബ് മഹ്ഫൂദ്, തൗഫീഖുൽ ഹക്കീം, തൊയ്യിബ് സ്വാലിഹ്, നജീബുൽ ഖീലാനി. ആരുടേതാണ്? തൊയ്യിബ് സ്വാലിഹിന്റെ ആണ്. തൊയ്യിബ് സ്വാലിഹ് ഏത് രാജ്യക്കാരനാണെന്നറിയോ? എനിക്ക് മറന്നുപോയി. സുഡാൻ. മാഷാ അല്ലാ, സുഡാനിയാണല്ലേ? സുഡാനിയാണ്. അമീറത്തുൽ ജബൽ എന്ന് പറയുന്ന നോവലിന്റെ റൈറ്റർ ആരാണ്? നജീബ് മഹ്ഫൂദ് ആണോ, നജീബുൽ ഖീലാനി ആണോ, അക്കാദാണോ, സയ്യിദ് കുത്തുബാണോ? പെട്ടെന്ന് പറഞ്ഞാൽ 20 മിനിറ്റിനകത്ത് നമ്മുടെ ക്ലാസ്സുകൾ അവസാനിക്കട്ടോ. ഒരാണ് നജീബ് ഖീലാനിയുടെയാണ് അമീറത്തുൽ ജബൽ. മാഷാ അല്ലാ, നിങ്ങൾ പഠിച്ചല്ലേ? എന്ത് പറ്റി നിങ്ങൾക്ക്? എന്റെ കുട്ടികൾ ഇങ്ങനെയല്ല, ഞാൻ ഇത് വിശ്വസിക്കൂല. എന്റെ പിള്ളേർ എങ്ങനെ അല്ല. പിള്ളേരെ നിങ്ങൾ തന്നെ ഇത്. ഹലോ, ഇവിടെ ഉള്ളവരൊക്കെ നിങ്ങൾ തന്നെ. എനിക്ക് വഴിതെറ്റിക്കേറിയൊന്നുമില്ലല്ലോ, ഏരിയൻസ് ഒന്നുമില്ലല്ലോ. നിങ്ങൾ നന്നായല്ലേ, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അദീബുൻ കുവൈറ്റി സാഹിത്യകാരൻ ആരാണ്? ഡോക്ടർ ഷിഹാബ് ഖാനിമാണോ, അഡോണീസ് ആണോ, ജിബ്രാൻ ഖൽൽ ജിബ്രാൻ ആണോ, സാജിദ് സൻഊസി ആണോ? ആരാണ് കുവൈറ്റി സാഹിത്യകാരൻ? ഡോക്ടർ ഷിഹാബ് ഖാനി, അഡോണീസ്, ജിബ്രാൻ ഖലീൽ ജിബ്രാൻ, സാജിദ് സൻഊസി. പാവം, ഒരാൾ കറക്കി കുത്തുന്നു, എല്ലാവരും കറക്കുന്നു, ശരിയാകുന്നു. എന്ത് നല്ല സമ്പ്രദായം അല്ലേ? അതന്നെ നടക്കുന്നത്. ഒരാളെ കറക്കുന്നു, എല്ലാവരും കുത്തുന്നു. അല്ല, അങ്ങനല്ല. പിന്നെ നിങ്ങൾക്ക് നന്നായി, ഞാൻ വിശ്വസിക്കൂല, എനിക്ക് സമ്മതിക്കാൻ പറ്റുന്നില്ല. നിങ്ങളിങ്ങനെ അല്ല. അൽ ജിൻസിയത്തുൽ അദബിയ ജോഹ ഹാരിസി അൽ ഹായിസത്തു ബി ജായിസത്തുൽ ബുക്കർ. അതായത് ഈ ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുള്ള ജോഹ ഹാരിസിയുടെ ജിൻസിയത്ത് ഏതെന്നാ ചോദ്യം. ഈജിപ്തുകാരിയാണോ, ലബനാനിക്കാരിയാണോ, അമ്മാനിയത്താണോ, ഖത്തറിയത്താണോ? ജോഹ ഹാരിസി. യെസ്, ബിസ്ലി കറക്റ്റ്. അമ്മാനിയത്താണല്ലേ? അമ്മാനിയത്താണ് ആര്? ജോഹ ഹാരിസി. സയ്യിദാത്തുൽ ഖമർ ആരുടേതാണ്? സയ്യിദാത്തുൽ ഖമർ. സയ്യിദാത്തുൽ ഖമർ ആരുടെയാണ്? അതും നമ്മുടെ ജോഹ ഹാരിസിന്റെ ആണ് കേട്ടോ, നമ്മളെ ജോഹ ഹാരിസിന്റെ ആണ്. ഇനി അടുത്തത് ഇമാറ യഅ്കൂബിയാൻ എന്ന് പറയുന്ന നോവലിന്റെ റൈറ്റർ ആരാണ്? ഞാൻ ഒരിക്കലും മറക്കാത്തൊരു വ്യക്തിയാണ് ഇമാറ യഅ്കൂബിയാൻ. ഞാനും മുപ്പതും തമ്മിൽ നല്ല കണക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. റജ ആലിമാണോ, സാദിസ് സനൂസി ആണോ, അല അൽ അസ്വാനി ആണോ, ഇബ്രാഹിം നസ്രുള്ളയാണോ? നെഹി. യെസ്, അപ്പ ടീച്ചർ ഓൺ പോയിന്റ്. അല അൽ അസ്വാനിയാണ്. തുള്ളിച്ചാടു. അപ്പ ടീച്ചറെ ഡാൻസ് കളിക്കരുത് കേട്ടോ, പിള്ളേര് ഉമ്മക്ക് എന്തേലും പറ്റിയെന്ന് വിചാരിക്കും. ഓക്കെ, അല അൽ അസ്വാനിയാണ്. ഓക്കെ, ഇമാറ യഅ്കൂബിയാൻ. ഇവർക്ക് പ്രധാനപ്പെട്ടത് വേറൊരു നോവൽ, കൂടുതലും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഇമാറ യഅ്കൂബിയാനാണ്. ഇത് നിർബന്ധമായിട്ട് പഠിക്കുക, കാരണം ഇത് ബഅ്കൂബാൻ എന്നല്ല കേട്ടോ, യഅ്കൂബിയാൻ എന്നാണ്. യഅ്കൂബിയാൻ. ഇത് ഈ അമേരിക്കയിൽ, അതായത് ഇവര് ഈജിപ്തുകാരനാണ്, ഡെന്റിസ്റ്റ് ആണ്, പല്ല് ഡോക്ടറാണ് അല അൽ അസ്വാനി. പക്ഷെ അധികകാലം ജീവിച്ചത് എവിടെയാണെന്നറിയോ? അമേരിക്കയിലാണ് അല അൽ അസ്വാനി. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നോവലാണ് ഇമാറ യഅ്കൂബിയാൻ. അതേപോലെ തന്നെ ചിക്കാഗോ എന്ന് പറയുന്ന വേറൊരു നോവലുണ്ട്. ചിക്കാഗോ എന്നാണ്. ഓക്കെ, അൽ അയ്യാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ വിഷയം എന്താണ്? അൽ അയ്യാം ആരുടെ പുസ്തകമാണെന്നല്ല ചോദിച്ചത്, വിഷയം. അൽ അയ്യാം ആരുടെ പുസ്തകമാണ്? ആരുടേത്? യെസ്, ത്വഹാ ഹുസൈന്റെ എന്താണ്? സീറത്ത് ദാത്തിയ.
യെസ്, അതാണ് റിവായത്തും തർജിമത്തു ദാത്തിയ, ഒരു നോവൽ പോലത്തെ ഓട്ടോബയോഗ്രഫിയാണ്. മനസ്സിലായോ? അൽ അയ്യാം ഹദീസുൽ അർബ അലാ ഹാമിഷു സീറ അൻ-നദറാത്ത് ഇഖ്തറ ഷാദ്. നദറാത്ത് ആരുടെയാണ്? മുസ്തഫ ലുത്ഫി. മൻഫിൽ ബാക്കിയെല്ലാം ആരുടേതാണ്? യെസ്. അലാ ഹാമിഷു സീറ ആരുടേതാണ്? കണ്ടാ, ഇവിടെ ചോദ്യം ഇവിടെ വന്നു. 2017 ഇവിടെ ചോദിച്ചു. പിന്നെ 2022 ഇതിവിടെ നോക്കണേ. 2017 ഓഗസ്റ്റില് എന്താണ് അലാ ഹാമിഷ് സീറ ഓപ്ഷനിൽ വന്നു. അതേ വർഷം നടന്നിട്ടുള്ള എന്താണ് 2017 അതേപോലെ തന്നെ 2017 ഓഗസ്റ്റിലെ ഡിസംബറിലെ ചോദ്യ പേപ്പറിലും കാറ്റഗറി 4 2022 ചോദ്യ പേപ്പറിൽ അലാ ഹാമിഷ് സീറ ആരുടെ എഴുതിയെന്ന് ചോദിച്ചു. മനസ്സിലായ? ഒരു ഓപ്ഷന് പോലും വിട്ടുപോകാതെ പഠിക്കണമെന്ന് അർത്ഥം. അതാണ് കണക്ട് ചെയ്ത് പഠിപ്പിച്ചു പോണത്. ആരുടേതാണ്? ഹുസൈൻ. അഹമ്മദ് അമീന് പ്രശസ്തമായ ഗ്രന്ഥം ഏതാണ്? അഹമ്മദ് അമീൻ നെക്കുദുൽ അദബി എന്ന പുസ്തകം കേട്ടോ. അതാണ് അൻ നെക്കുദുൽ അദബി. അഹമ്മദ് അമീന്റെ പുസ്തകം നെക്കുദുൽ അദബി. അതുപോലെ ഫജ്റുൽ ഇസ്ലാം, ലുഹൽ ഇസ്ലാം, ലുഹറുൽ ഇസ്ലാം, സുഅമാഉൽ ഇസ്ലാം, ഫിലാസുൽ ഹദീസ്, ഇതൊക്കെ പ്രശസ്തമായ ഗ്രന്ഥങ്ങളാണ്. മാഷാ അല്ലാഹ്. അവ്വലു മൻ ബഹസ വഉഇദ റിസാലത്തുൻ ഫീ അഅമാലി അബിൽ അലാ അൽ മഅരി, ആദ്യമായിട്ട് ചർച്ച നടത്തുകയും അങ്ങനെ അബുൽ അലാ അൽ മഅരിയുടെ ഗ്രന്ഥങ്ങളെ പറ്റി ഒരു റിസാല തയ്യാറാക്കുകയും ചെയ്ത ഗ്രന്ഥകർത്താവ് ആരാണ്? ഷൗക്കീആണോ, ഉക്കാദാണോ, ഹുസൈനാണോ, ജുർജി സീദാണോ? ഹുസൈനാണ് അല്ലേ? മാഷാ അല്ലാഹ്. അൽ മുഅദ്ദിബൂന ഫിൽ അർദ് എന്ന ഗ്രന്ഥത്തിന്റെ റൈറ്റർ ആരാണ്? നജീബ് മഹ്ഫൂദ്, ജിബ്രാൻ ഖലീൽ ജിബ്രാൻ, തഹ ഹുസൈൻ, അഹമ്മദ് അമീൻ. അഹമ്മദ് അമീൻ. അഹമ്മദ് അമീന മുഅദ്ദിബൂന ഫിൽ അർദ് കിട്ടും. ഇദ്ദേഹത്തിന്റെ എന്താണ് ഒരു ഹിബായയാണ് മുഅദ്ദിബൂന ഫിൽ അർദ്. അവരുടെ തഹ ഹുസൈന്റെ കേട്ടോ. തെറ്റിക്കരുതേ, ഇതൊക്കെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ്. ഖബ്ദുർ റീഹ് എന്ന് പറയുന്നത് ആരുടെ റൈറ്റിംഗ് ആണ്? ഖബ്ദുർ റീഹ് മഹ്മൂദ് അക്കാദിന്റെ ആണോ, മാസിനിയുടെ ആണോ, ഷുക്രിയുടെ ആണോ, തൗസൈൻ ആണോ? ഖബ്ദുർ റീഹ് ഖബ്ദുർ റീഹ് എന്നുള്ളത് മാസിനിയുടെയാണ് കേട്ടോ. മാസിനിയുടെയാണ് ഖബ്ദുർ റീഹ് എന്നുള്ളത്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പുസ്തകമാണ് ഖബ്ദുർ റീഹ്. ആരുടെയാണ്? ഇബ്രാഹിം അബ്ദുൽ ഖാദിർ മാസിനിയുടെയാണ്. മറക്കരുതേ. മറക്കോ? മറക്കോ? മറന്ന വേറെ കുഴപ്പമൊന്നുമില്ല. 81 മാർക്ക് കിട്ടും, 1 മാർക്കിന് പോകും. അത്രേ ഉള്ളൂ. മറക്കരുതൊന്നും. നീ ആരാണ് ഈ അബ്ബാസ് മഹ്മൂദ് അക്കാദ്? റൊമാൻറ്റിസം സാഹിത്യകാരനാണോ, റിയലിസ്റ്റിക് എഴുത്തുകാരനാണോ, സർറിയലിസ്റ്റിക് എഴുത്തുകാരനാണോ, ക്ലാസിക്കൽ എഴുത്തുകാരനാണോ? ആരാണ്? നമ്മൾ പറഞ്ഞിരുന്നു. യെസ്, ദാറ്റ്സ് ഇറ്റ്. അദ്ദേഹം ഏത് സംഘടനയിലുള്ള ആളാണ്? ദീവാനുള്ള. യെസ്, ദീവാൻ എന്ന് പറയുന്ന ഏത് സംഘടനയാണ്? ഒരു റൊമാൻറ്റിക് സംഘടനയല്ലേ റൊമാൻറ്റിസം? റൊമാൻറ്റിസം. അദ്ദേഹം ഒരു നിരൂപകനാണ്, ഇസ്ലാമിക എഴുത്തുകാരനാണ്, കവിയുമാണ്. അതുകൊണ്ട് എല്ലാം ശരിയാണ്. ഫജ്റുൽ ഇസ്ലാം എന്ന് പറയുന്നത് ആരുടെ റൈറ്റിംഗ് ആണ്? ഫജ്റുൽ ഇസ്ലാം സാർ നേരത്തെ പറയാണ്. ഫജ്റുൽ ഇസ്ലാം, ഫജ്റുൽ ഇസ്ലാം അഹമ്മദ് അമീന്റെ ആണ്. തുഹൽ ഇസ്ലാം ആരുടെയാണ്? തുഹൽ ഇസ്ലാം അതും അഹമ്മദ് അമീൻ തന്നെയാണ്. അനീന് പറയുന്നീൻ ആരുടെയാണ്?
പെട്ട് അല്ലേ? പെടാതെ പെട്ടെന്ന് ആൻസർ പോയി. അഹമ്മദ് ഇത് യഹിയാക്കി. ആരുടെയാണ് ഈ പറഞ്ഞ അനിയൻ? യഹിയാക്കിയുടെ അല്ല. യഹിയാക്കിയുടെ പ്രശസ്തമായ പുസ്തകം ആര് പറയുന്നത്? സഫിയ? യഹിയാക്കിയുടെ പ്രശസ്തമായ പുസ്തകം ഏതാ? ആരോടാ? സഫിയോട് ചോദിച്ചതാ. അന്തയാണ് ബദരയാണ് സഫിയോട് ചോദിച്ചത്. സഫിയ കേൾക്കാവോ? ഓർമ്മയില്ല. കന്തീർ ഉമ്മുഹാഷിം ഓർമ്മയുണ്ടോ? ഏത്? കന്തീർ ഉമ്മുഹാഷിം. എസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കന്തീർ ഉമ്മുഹാഷിം ആരുടെയാണ്? ആരുടെയാണ്? യഹിയാക്കിയുടെ ആണ് കേട്ടോ. സാർ അത് ഏത് ഓർക്കണം. നാട്ടുകാരനാ? അത് ഇറാഖി അല്ലേ? ഈജിപ്തുകാരനാ. ഓക്കെ ഓക്കെ. ഈജിപ്തുകാരനാ. അനീന് പറഞ്ഞ ആരുടെയാണ്? അഹ്മദ് അബൂഷാദുരാണ്. ഹാഉലായി അല്ലിമൂനി ഇത് ആരുടെ ഗ്രന്ഥ ആണ്? സ്വലാ അബ്ദുൽ സബൂർ ആണോ? സലാമ മൂസയാണോ? നിഹായി നഈമയാണോ? സദറുദ്ദീൻ അഷിറാസിയാണോ? കറക്കി കുത്തിക്കോ. കടപ്പിക്കട തവളാച്ചിയിലെ കറക്കുത്താനുള്ളത് കറക്കി കുത്താ. എനിക്കറിയാം, പഠിച്ചിട്ടൊന്നും അല്ല ഒന്നും ചെയ്യണത്. അതുകൊണ്ടല്ലേ തെറ്റിപ്പോയത്. ഷാന മാത്രം പഠിച്ചു പാവം. സലാമ മൂസ ആണ് കേട്ടോ. സലാമ മൂസ. ഓക്കെ അല്ലേ? സെറ്റായില്ലേ? ഇനി മൻ നാക്കിദു അല്ലദി ഇൻതഖബ ഉൻവൻ ഫി മജ്മഅൽ ലുഗത്തുൽ അറബിയ്യ സന 1966 മജ്മഅൽ ലുഗത്തുൽ അറബിയ്യയുടെ മെമ്പറാണിത്. പിന്നെ 1996 അതിന്റെ റയീസായി. പിന്നീട് 2005 വരെ റയീസുൽ ഇത്തിഹാദ് മജാമിഉൽ ലുഗത്തുൽ ഇൽമിയ്യ വൽ അറബിയ്യ, അതായത് മജ്മഅൽ ലുഗത്തുൽ അറബിയ്യയുടെയും മജ്മഅൽ ലുഗത്തുൽ ഇൽമിയ്യയുടെയും റയീസായിരുന്നു. ഇത് ആരാണ്? ഇദ്ദേഹം 2005 മരിക്കുന്നത്. ഷൗക്കി ലൈഫ്. ആരാണ്? ഷൗക്കി ലൈഫാണ്. ഷൗക്കി ലൈഫിന്റെ വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് സിൽസിലത്തു താരീഖുൽ അദബുൽ അറബി. 10 വോള്യങ്ങളാണുള്ള ഷൗക്കി ലൈഫിന്റെ. ഇനി അഹമ്മദ് അമീന്റെ സീറദാത്തി ഏതാണ്? അയ്യാമാണോ? ഖുബുസുൽ ഹാഫിയാണോ? ഹയാത്തി ആണോ? ബിഅറുൽ അവ്വലാണോ? ഹയാത്തി എന്നുള്ളതാണ് അഹമ്മദ് അമീന്റെ. ഇനി നാടക രംഗത്തുള്ള പ്രശസ്തനായിട്ടുള്ള സാഹിത്യകാരനാരാണ്? ഷൗക്കി ലൈഫ്, നിഹായി നഈമ, നജീബ് മഹ്ഫൂദ്, തൗഫീഖുൽ ഹക്കീം. ആരാണ്? തൗഫീഖുൽ ഹക്കീമാണ്. അദ്ദേഹം ഏത് നാടകങ്ങളിലാണ് പ്രശസ്തനാകുന്നത്? ക്ലോസറ്റ് നാടകങ്ങൾ. ക്ലോസറ്റ് നാടകങ്ങൾ. മസ്റയ്യത്ത് ദഹീനിയ. അല്ല, അതെ അതെ. ഞാൻ Yes, മലയാളം correct ആണ്. മലയാളോ ക്ലോസറ്റ്? പടച്ചോ. അതല്ല 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 ഞാൻ അതിന്റെ വേറെ ട്രാൻസ്ലേഷൻ പറഞ്ഞെന്നുള്ളൂ അറിയാം. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പറഞ്ഞതല്ലേ? അതെ അതെ. പെട്ടെന്ന് ഒരാളെ ചോദിച്ചാൽ അറബിയിലുള്ള അറബികളായിട്ടുള്ള ആര് ചോദിച്ചാലേ പെട്ടെന്ന് എടുത്ത് ക്ലോസറ്റ് ഡ്രാമാസ് ഒന്നും അല്ലെങ്കിൽ എന്താണ് ക്ലോസറ്റ് നാടകമെന്നൊന്നും പറയല്ലേ. അവര് നേരെ വിചാരിക്കുന്ന ബാത്റൂമിൽ നിന്ന് വിചാരിക്കോളും. മസ്റയ്യത്ത് നിഹിനിയാന്ന് പറയാ. എന്നിട്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം അത് ക്ലോസറ്റ് ഡ്രാമാസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാന്ന്. പിന്നെ ഈ ക്ലോസറ്റ് ഡ്രാമ എന്ന് പറഞ്ഞാൽ എന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കണം. അതിൻ്റെ അകത്ത് നമ്മൾ ഈ നാടകം നടത്താൻ ഒരു സ്റ്റേജ് ഉണ്ടാവുമല്ലോ. സ്റ്റേജ് ഉണ്ടാവൂല, പകരം നമ്മുടെ ചിന്തയിലായിരിക്കും സ്റ്റേജ് ഉണ്ടാവുക. ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ ഇമാജിൻ ചെയ്യത്തില്ലേ? മനസ്സിലായോ? ചില കാര്യങ്ങൾ നമ്മൾ പറയും ഇമാജിൻ ചെയ്ത് പറയൂലേ, അതാണ് ക്ലോസറ്റ് ഡ്രാമാസ് എന്ന് പറയാം. അതെ അതെ. അത് കൃത്യമായിട്ട് നമുക്ക് ഒരു സ്റ്റേജിൽ അവതരിപ്പിക്കാനൊന്നും പറ്റൂല. ഇതിന്റെ ഒരു പ്രത്യേകത കൂടി അതാണ്. എനിക്കത് അവതരിപ്പിക്കാത്ത രീതിയിൽ അതിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതൊരു കവിത രൂപത്തിൽ അവതരിപ്പിക്കല്ലേ? കവിത രൂപത്തിലല്ല, എഴുത്ത് രൂപത്തിൽ തന്നെ. ഓക്കെ ഓക്കെ. അഹ്ലുൽ കഹഫ് എന്ന് പറയുന്ന പ്രശസ്തമായ നാടകമുണ്ട്. അത് ആരുടെയാണെന്ന് അറിയാം? അതായത് നമ്മുടെ സൂറത്തുൽ കഹഫിലുള്ള സംഭവം ഉണ്ടല്ലോ, ഒരു കുറെ ഗുഹാവാസികളായിട്ടുള്ള ആൾക്കാരെ പറ്റി പറയുന്നത്, അതാണ് സൂറത്തുൽ കഹഫ്. ആ ചരിത്രം പറയണത് ആരാണ്? തൗഫീഖുൽ ഹക്കീമാണ്. തൗഫീഖുൽ ഹക്കീമിന്റെ നാടകമാണ്. ഇനി ഇന്തോനേഷ്യക്കാരനായിട്ടുള്ള ഇസ്ലാമിക സാഹിത്യകാരൻ ആരാണ്?
മഹ്മൂദ് ദർവേഷ്, അലി അഹമ്മദ് ബാക്കസീർ, ഹാഫിദ് ഇബ്രാഹിം, ഖലീൽ മദ്രാൻ. പെട്ടെന്ന് അവസാനിപ്പിക്കാട്ടോ, ഒരു 10 മിനിറ്റ്. പെട്ടെന്ന് ആൻസർ ചെയ്തേ. ഇസ്ലാമിക സാഹിത്യകാരനായിട്ടുള്ള ഇന്തോനേഷ്യക്കാരൻ ആരാണ്? ആരാണ്? അലി അഹമ്മദ് ബാക്കസീർ ആണ്. അലി അഹമ്മദ് ബാക്കസീർ. ആരാണ് അലി അഹമ്മദ് ബാക്കസീർ? നാടകകൃത്തായിരുന്നു. ഇസ്ലാമിക നാടകങ്ങളുടെ കർത്താവ്. ഇസ്ലാമിക നാടകങ്ങളുടെ റൈറ്ററാണ് ആര്? ഈ പറയുന്ന അലി അഹമ്മദ് ബാക്കസീർ എന്നുള്ള വ്യക്തി അല്ലേ? ഓക്കെ, ഇതൊന്ന് നോക്കൂ. ഓക്കെ, എന്താണ്? ഓക്കെ, തൗഫീഖുൽ ഹക്കീം അൽ മലിക് വൗദീബ് എന്നുള്ളത് തൗഫീഖുൽ ഹക്കീമിന്റെ ആണ് കേട്ടോ. അത് മസ്റഹിയത്ത് നിഹിനിയൽപ്പെട്ടതാണ് മലിക് ഔദീബ് എന്നുള്ളത്. ഉസ്റ ക്ലിയോപാത്ര ആരുടെയാണ്? ഉസ്റ ക്ലിയോപാത്ര തൗഫീഖുൽ ഹക്കീമിന്റെയോ? ഉസ്റ ക്ലിയോപാത്ര അഹമ്മദ് ഷൗക്കി. യെസ്, അഹമ്മദ് ഷൗക്കിയുടെയാണ്. ഇനി ഇമാമുൽ അഅ്ലം എന്ന് പറയുന്നത് ആരെയാണെന്ന് അറിയാം? ഇമാമുൽ അഅ്ലം എന്ന് പറയുന്നത് തൗഫീഖുൽ ഹക്കീം ആണോ? ഇമാമുൽ അഅ്ലം എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അത് ഇമാം അബൂ ഹനീഫ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതാണ് ഇമാമുൽ അഅ്ലം. അത് ആരുടെ മസ്റഹിയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ലയാലി തുർക്കിസ്ഥാൻ എന്ന് പറയുന്ന ആരുടെയെന്ന് അറിയാം? ലയാലി തുർക്കിസ്ഥാൻ, തുർക്കിസ്ഥാനികളെ രാത്രികൾ എന്നൊക്കെയാണ് ഞാനത് പഠിച്ചു വെച്ചത്. അറിയോ? ഈ ആസാർ ഹിന്ദുസ്ഥാൻ എന്നുണ്ടോ അതില്? ഇല്ല, നജീബ് ഗിലാനിയുടേതാണ് കേട്ടോ ലയാലി തുർക്കിസ്ഥാൻ എന്നുള്ളത്. ലയാലി തുർക്കിസ്ഥാൻ എന്നുള്ളത്. ഇത് റായിദുൽ മസ്റഹിയത്തുൽ അറബി ആരാണ്? സത്യം പറഞ്ഞാല് തൗഫീഖുൽ ഹക്കീം അല്ല. പക്ഷെ തൗഫീഖുൽ ഹക്കീം ഉള്ളത് കൊണ്ട് ഇവിടെ തൗഫീഖുൽ ഹക്കീമാണ്. റായിദുൽ മസ്റഹിയത്തുൽ അറബി ആരാണ് ആക്ച്വലി? അലി അഹമ്മദ് ബാക്കസീർ. അടിപൊളി. അല്ല, മാറൂൻ നക്കാഷ് അല്ലേ? മറന്നുപോയാ? അത് മുഹമ്മദ് കസീർ ഇസ്ലാമിക നാടകങ്ങളുടെ ആളാണ്. അതെ, തൗഫീഖുൽ ഹക്കീം മസ്റഹിയത്ത് ദിഹീനിയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ റായിദുൽ മസ്റഹിയത്തുൽ അറബിയ നിങ്ങളുടെ ചോദ്യം ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതിന്റെ അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബാറൂദിക്കും അഹമ്മദ് ഷാദിക്കും ഹാഫിദ് ഇബ്രാഹിം കവികളാണ്, നാടകത്തല്ല. അതുകൊണ്ടാണ് റായിദുൽ മസ്റഹിയത്തുൽ അറബിയ എന്ന് ആരെ പറഞ്ഞത്? തൗഫീഖുൽ ഹക്കീമിനെ പറഞ്ഞത്. മനസ്സിലായോ? ഉദാഹരണത്തിന് എന്താണ് ഒരു ചോദ്യമാണ്, കേരള യൂണിവേഴ്സിറ്റിയിലെ അറബി വിഭാഗത്തിന്റെ തലവനായി. ചോദ്യം സുഹൈൽ സാറ്, ഷംന സാറ്, തൊഹ സാറ്. ഇത്രയേത് പറയും? സഫിയ? ഓപ്ഷൻ ഒന്നും കൂടി പറയും. സുഹൈൽ സാറ്, ഷംന സാറ്, തൊഹ സാറ്. ഷംനാർ സാറ്. ഫസ്റ്റ് പറഞ്ഞത് സുഹൈൽ ആരാണ്? സാറിനെ പറയാൻ പറ്റുള്ളൂ. സുഹൈൽ സാറിനെ പറയാൻ പറ്റുള്ളൂ. കാരണം എന്തുകൊണ്ടാ? ക്യാമ്പസിൽ പഠിപ്പിക്കുന്ന എന്റെ ചോദ്യം എന്താണ്? കേരള യൂണിവേഴ്സിറ്റി അറബി വിഭാഗം തലവനാരെന്ന ചോദ്യം. സത്യം പറഞ്ഞ ആൻസർ ഏതാണ്? നൗഷാദ് സാറാണ് അല്ലേ? ഇപ്പൊ ആള് മാറി. ഇപ്പൊ വീണ്ടും മാറി. ഇപ്പൊ ആരാ? സാറ് വീണ്ടും തിരിച്ചു വന്നോ? തിരിച്ചു വന്നു. എന്ന്? അത് സെപ്റ്റംബർ 29. സെപ്റ്റംബർ അല്ല, സോറി, ഓഗസ്റ്റ്. മാഷാ അല്ലാഹ്. ഓക്കെ, ഗൂഗിൾ മീറ്റ് ആണ് സാർ, നിങ്ങൾ ക്ലാസ് എടുത്തോളൂ.
ശരി ശരി ശരി. ഇനി അടുത്തത് റായിദുൽ മസ്റഹിയത്തുൽ ഇസ്ലാമിയ ഫിൽ അദബിൽ അറബി. അതാരാണ്? ആരാണ് പെട്ടെന്ന് പറഞ്ഞോ. അലി അഹമ്മദ് കത്തീർ. അലി അഹമ്മദ് ബാക്കിസർ. യെസ്. ഇഖ്തറ തഖ്മി സ്വഹീഹ്, ശരിയായ സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കുക. മിൻ ഫൗഖി സബ്അ സമാവാത്, സൂയി മിൻ ഹയാത്തി സിഹാബ, വ ഇസ്ലാമ, ദംഅതൻ വ ഇബ്തിസാമ. വ ഇസ്ലാമ എന്നുള്ളതാണ് അല്ലേ കറക്റ്റ്? യെസ്. ദംഅതൻ വ ഇബ്തിസാമ ആരുടെയാണ് സത്യത്തില്? അത് ജിബ്രാന്റെ ആണോ? ആണോ? ജിബ്രാനല്ലേ? ശരി. ആണ്, ജിബ്രാന്റെ തന്നെയാണ്. ഇനി ആരുടെയാണ് ഈ മിൻ ഫൗഖി സബ്അ സമാവാത്ത് എന്നുള്ളത്? അറിയോ? അതും അലി അഹമ്മദ് ബാക്കസീറിന്റെ ഗ്രന്ഥാണ് കേട്ടോ, മിൻ ഫൗഖി സബ്അ സമാവാത്ത് എന്നുള്ളത്. ഓക്കേ. ഇനി ആരുടെയാണ് സൂറത്തു മിൻ ഹയാത്തി സൂറു മിൻ ഹയാത്തി സ്വഹാബ ആരുടെയെന്നറിയോ? അത് അബ്ദുറഹ്മാൻ റൌഫത്ത് ബാഷയുടെയാണ് സൂറു മിൻ ഹയാത്തി സ്വഹാബ എന്നുള്ളത്. കേട്ടോ? കേട്ടോ? കേട്ടു സർ. ശരി. വ ഇസ്ലാമ എന്നുള്ളത് ആരുടേതാണ്? വ ഇസ്ലാമ അലി അഹമ്മദ് ബാക്കർ. ഇനി അവ്വൽ മസ്റഹിയത്തുൻ അറബിയ മഷ്ഹൂറ ഹിയ അൽ ഉബാഅത്തു തവീല. അതായത് ആദ്യത്തെ കവിത, ആദ്യത്തെ നാടകം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബഖീലാണ്. പക്ഷേ പരീക്ഷയ്ക്ക് ചോദിച്ചത് ഉബാഅത്തു തവീല എന്നാണ്. അത് ആരുടേതാണ്? ആദ്യത്തെ നാടകം എഴുതിയത് ആരാണ്? മാറൂൻ നക്കാശി. അതുകൊണ്ട് തന്നെ മാറൂൻ നക്കാശിന്റെ ആണ് ഉബാഅത്തു തവീല എന്നുള്ളത്. ഇനി ഇഖ്തറ മിനൽ ആത്തിയ അദീബൻ ലൈസ മിൻ കുത്താബിൽ മസ്റഹിയ. നാടകകൃത്തുകളിൽ പെടാത്ത വ്യക്തി ആരാണ്? മാറൂൻ നക്കാശ്, തൗഫീഖുൽ ഹക്കീം, അബ്ദുറഹ്മാൻ റഅഫത്ത് ബാഷ, അലി അഹമ്മദ് ബാക്കസീർ. അബ്ദുറഹ്മാൻ റഅഫത്ത് ബാഷ. കണ്ടോ? ഇവിടെ അബ്ദുറഹ്മാൻ റഅഫത്ത് ബാഷ ഇവിടെ വന്നൂല്ലേ, ഓപ്ഷനിൽ വന്നൂല്ലേ. സൂറു മിൻ ഹയാത്തി സ്വഹാബയുടെ റൈറ്റിലാണ് അബ്ദുറഹ്മാൻ റഅഫത്ത് ബാഷ. അപ്പം അത് എവിടെ വന്നു? ഇവിടെ വന്നു. അത് ഏത് വർഷത്തെ ചോദ്യ? 2024 ചോദ്യമാണ്. അതേ ചോദ്യം തന്നെ 2024 വേറൊരു രൂപത്തിലും ചോദിച്ചു. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായി. ഞാൻ സത്യം പറഞ്ഞ 2 ക്ലാസ് കൊണ്ട് തന്നെ തീർക്കാന്ന് കരുതിയതാണ്. പിന്നെ നിങ്ങളുടെ ഈ ഒരു ചടുലതയും നിങ്ങളുടെ ആ ഒരു അർപ്പണ ബോധവുമാണ്. അയ്യോ, ഇഷ്ടപ്പെട്ടില്ലേ? എന്താ നെഗറ്റീവ് സിംഗിൾ? ആത്മാർത്ഥതയുള്ള വിദ്യാർത്ഥികളെ കണ്ടപ്പോ സാറും എന്ത് ചെയ്തു? എല്ലാ സങ്കടങ്ങളും മറന്ന്, എല്ലാ വിഷമങ്ങളും മറന്ന് നിങ്ങളെ ട്രോളാന്ന് പറഞ്ഞിരിക്കുന്നതാണ്. പഠിച്ചോ നിങ്ങൾ? എന്നിട്ട് നടന്നോ?